എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗ്ഗകാരാൻ നാട്ടിലാക്കുവാൻ. ക്രോധം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേറി വേഗം വരാമെന്നുരച്ച് ആമയം തീർത്താശ നൽകി തന്റെ പേർക്കായി സർവസമ്പത്തും യാഗമായി വച്ചി എന്നേക്കും തന്നിൽ പ്രേമമാ. തന്റെ വേല ചെയ്തുകൊണ്ടു തന്റെ ക്രൂശു ചുമന്നിട്ടു പ്രാണപ്രിയൻ സേവയിൽ തൻ ആയുസ്സെല്ലാം കഴിക്കണം. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. നല്ലദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതരായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചകാലം വരുന്നല്ലോ. കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ലാതീശനെ ഞാൻ പിന്തുടരും. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ദേശം ഇത്തരയല്ല അന്യനായി സാധു ആമിൻ ദേശം വിട്ടുപോകുന്നു.
യെരൂശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങി തൻ ശോഭയേറും വാതിലുകൾ എനിക്കായി തുയർത്തുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. എനിക്ക് മഹാഭാഗ്യം ദൈവമേ നീയൊരുക്കി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. യേശു മാത്രം സമ്പത്താകുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഓരോ യാചനയും കേൾക്കുന്ന സ്നേഹനിധിയായ ദൈവത്തോടുള്ള നന്ദിയും സ്തുതിയും സ്തോത്രവും നിറഞ്ഞ ഗാനമാണിത്. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ കൈപ്പിടിച്ച് നടത്തുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തി നമുക്കൊരുമിച്ച് ഈ ഗാനം ആലപിക്കാം. പാട്ടുപുസ്തകത്തിലെ 6-ാമത്തെ ഗാനം. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. പ്രാർത്ഥനകൾ, എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ, എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എന്റെ പ്രാർത്ഥനകൾ, എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ, എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാതിരാജനമേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാതിരാജനമേശുപരൻ. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും,
എന്റെ കണ്ണീരെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. എന്റെ രോഗത്തിൽ കരുതിയ ദൈവം, എന്റെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോ. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എന്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോ. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമീശുപരൻ. എന്റെ പ്രാർത്ഥനകൾ, എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ, എന്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്യ ആചാര്യ ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം ഉള്ള 10 ദിവസങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും തക്കവണ്ണം കാത്തിരിക്കുന്ന ദിവസങ്ങൾ ആകുന്നുവല്ലോ. നമ്മൾ കാത്തിരിപ്പ് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ദിവസം നമ്മുടെ ധ്യാനഗുരുവായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബി ഫിലിപ്പച്ചൻ നമ്മോടൊപ്പം ഇന്നലെ വചനം സംസാരിച്ചു. ഇന്നും നമ്മളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും പുതുക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയും അതിനെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുവാനും പ്രകാശിപ്പിക്കുവാനും ഒക്കെയുള്ള ചിന്തകളെ നമ്മോടൊപ്പം ഷെയർ ചെയ്യുവാനൊക്കെയുള്ള ഒരു അവസരം ആണ്. ഈ സമയത്ത് ഒന്നിനായിരിക്കുന്ന എബി ഫിലിപ്പച്ചനെ ഈ 2ാമത്തെ ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം മാത്യു അച്ഛൻ, കൊച്ചുവനച്ഛൻ, ജവലാലി ഇടവകയുടെ വികാരിയാണ്. അദ്ദേഹത്തെയും ഈ സമയത്ത് നമ്മുടെ ഈ കാത്തിരിപ്പ് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ കാത്തിരിപ്പ് ധ്യാനത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും എല്ലാ വിശ്വാസി ജനങ്ങളെയും ഈ സമയത്ത്
പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് യുവാക്കളെ, യുവതികളെ ഒക്കെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിലെ ധ്യാന ചിന്തകൾ നമുക്കൊരു ആത്മീയ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തെ, ആന്തരികമായിരിക്കുന്ന പരിശുദ്ധിയെ കുറച്ചുകൂടെയൊക്കെ വ്യക്തമാക്കുവാനും നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു കാരണമായി തീരട്ടെ ഈ ധ്യാനങ്ങൾ, നമ്മുടെ ഈ ആത്മീയ കൂട്ടായ്മ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ കാത്തിരിപ്പ് ധ്യാനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട എബി അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, സ്വർഗീയ പിതാവേ, പ്രാർത്ഥനാപൂർവം നിൻ്റെ സന്നിധിയിൽ വീണ്ടും അടിയങ്ങൾ ചേർന്നിരിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്ക്, പാതകൾക്ക് പ്രകാശമാണ്. തമ്പുരാനെ, വചനം ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുമ്പോൾ ശരിയായി നടക്കേണ്ട പാതകൾ പരിശുദ്ധാത്മാവ് അടിയങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങൾ തിരുസന്നിധിയിലിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് മനനം ചെയ്യാൻ ഇടയാകണമേ. മുന്നോട്ട് നോക്കുക മാത്രമല്ലല്ലോ, തിരിഞ്ഞു നോക്കണമല്ലോ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ. തമ്പുരാനെ, ക്രമപ്പെടുത്താൻ ഇടയാകണം. തിരുസാന്നിധ്യം അനുഭവിപ്പാൻ ഇടയാകണം. ഞങ്ങളുടെ പ്രശ്നങ്ങളും ആകുലതകളും എന്താണോ അവ നിന്നാൽ ചേർത്ത് പിടിച്ച് പരിഹരിക്കപ്പെടുവാനും ഇടയാകണം. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. ഞങ്ങൾ നിനക്ക്, നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായിട്ട് തന്നെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട അജു അച്ഛൻ, പ്രിയപ്പെട്ട സിജോ അച്ഛൻ, ജബലല്ലി പള്ളിയുടെ ചുമതല നിർവഹിക്കുന്ന എബ്രഹാം മാത്യു അച്ഛൻ, ഇടവയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും ഭരണസമിതി അംഗങ്ങൾ, പ്രാർത്ഥനാപൂർവം അടുത്തു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവിനോട് ഒപ്പം നടക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ അതേത് തരത്തിലാണ് നമ്മളെ പടിപടിയായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ഒരു ആധാരവാക്യം നിങ്ങളുടെ മുൻപാകെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. നെഹമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം. ബുക്ക് ഓഫ് നെഹമ്യാ ചാപ്റ്റർ 3:2 verse 17. വരുവീൻ, നാം ഇനി നിന്ദാപാത്രമാകാതെ ഇരിപ്പാൻ യെരൂശലേമിൻ്റെ മതിലുകളെ പണിയുക. Let us raise up and build the walls of Jerusalem to put an end to our disgrace. ദൈവജനമായ യഹൂദന്മാരുടെ പുണ്യ നഗരമാണ് യെരൂശലേം. അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് യെരൂശലേം ദേവാലയം. യെരൂശലേമിനെ മറന്ന്, യെരൂശലേം ദേവാലയത്തെ മറന്ന് ഒരു ജീവിതം ഒരു കാലത്തും യഹൂദനുണ്ടായിരുന്നില്ല. എന്നാൽ സത്യദൈവത്തെ മറന്നതുകൊണ്ടായിരിക്കാം ദൈവം അവരെ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. BC 587 ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേം ആക്രമിക്കുന്നു, ദേവാലയം തകർക്കുന്നു, വിലപിടിപ്പുള്ളതെല്ലാം കൊള്ള ചെയ്യുന്നു. യഹൂദന്മാരെ പ്രവാസികളായി, അടിമകളായി ബാബേലിലേക്ക് കൊണ്ടുപോകുന്നു. യഹൂദൻ്റെ ജീവിതത്തിലേറ്റ ഏറ്റവും വലിയൊരു ഷോക്കായിരുന്നു ഇത്. അവർ എന്നും വിശ്വസിച്ചിരുന്നത് അവരുടെ ദേവാലയത്തിന് ഒരു പോറല് പോലും ഉണ്ടാകില്ലെന്നുള്ളതാണ്. ആ ദേവാലയമാണ് തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നത്. അതിൻ്റെ ചുറ്റുമുള്ള ദേവാലയ മതിലുകളാണ് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിമകളായി ബാബേലിൽ പോയ യഹൂദന്മാർ അവരുടെ അടിമപ്പണികളുടെ ഇടവേളകളിൽ ബാബേൽ നദികളുടെ തീരത്തിരുന്നു കൊണ്ട് യെരൂശലേമിനെ നോക്കി കരയുകയാണ്, പാപത്തെ ഓർത്ത് നിലവിളിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് 137-ാം സങ്കീർത്തനം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, യെരൂശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരിവൃക്ഷങ്ങളിൽ
ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങൾ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും, ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. യഹോവയുടെ ഗീതം അന്യദേശത്ത് ഞങ്ങൾ പാടുന്നത് എങ്ങനെ? തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: യെരൂശലേമേ, നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിച്ചേരട്ടെ. യെരൂശലേമിനെ ഓർത്ത്, പാപത്തെ ഓർത്ത് ഇങ്ങനെ നിലവിളിക്കുന്ന യഹൂദൻ്റെ കണ്ണുനീർ സർവശക്തനായ ദൈവം കേൾക്കുന്നു. ബാബേൽ സാമ്രാജ്യം അധപ്പതിക്കുന്നു. പേർഷ്യൻ രാജ്യം ശക്തി പ്രാപിക്കുന്നു. പേർഷ്യൻ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരോട് അല്പം സ്നേഹം കാണിച്ചു തുടങ്ങിയ അവർ അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി യഹൂദന്മാരുടെ ആഗ്രഹമനുസരിച്ച് യെരൂശലേമിലേക്ക് തിരികെ അയക്കുന്നു. സെരുബ്ബാബേലും യോശുവായും തിരികെ വന്ന് തകർക്കപ്പെട്ട യെരൂശലേം ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് അതിമനോഹരമായി തന്നെ യെരൂശലേം ദേവാലയം പണിയുന്നു. എസ്രാ ന്യായശാസ്ത്രി തിരികെ വന്ന് മോശയുടെ പ്രമാണത്തിൽ നിന്ന് മാറി നടന്ന യഹൂദന്മാരെ പിന്നെയും മോശയുടെ പ്രമാണങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിച്ച് മോശയുടെ പ്രമാണത്തിൽ അവരെ ഉറപ്പിക്കുന്നു. ശൂശാൻ രാജസന്നിധിയിൽ, പേർഷ്യൻ രാജസന്നിധിയിൽ പാനപാത്രവാഹകനായ യഹൂദനായ നെഹമ്യാവ് യെരൂശലേമിൽ നിന്ന് കേട്ട വിവരമനുസരിച്ച് ദേവാലയം പണിയപ്പെട്ടുവെങ്കിലും അതിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള മതിലുകൾ തീ വെച്ച് നശിക്കപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് എന്നറിഞ്ഞ് അതീവ ദുഃഖിതനാകുന്നു. ഈ വിവരം നെഹമ്യാവിനെ ഏറ്റവും ഇഷ്ടമുള്ള പേർഷ്യൻ രാജാവ് അറിഞ്ഞതുകൊണ്ട് അവൻ്റെ ഇഷ്ടപ്രകാരം യെരൂശലേം ദേവാലയത്തിൻ്റെ മതിലുകൾ പണിയുവാൻ തക്കവണ്ണം സർവ്വസന്നാഹങ്ങളുമായി നെഹമ്യാവിനെ യെരൂശലേമിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് അവിടെയുള്ള യഹൂദന്മാരെ കൂട്ടിവരുത്തി അവരോട് പറയുന്നതാണ് നമ്മുടെ കുറിവാക്യം: വരുവീൻ, നാം ഇനി നിന്ദാപാത്രമാകാതെ ഇരിപ്പാൻ യെരൂശലേമിൻ്റെ മതിലുകളെ, വാതിലുകളെ പണിയുക. Let us raise up and build the walls of and gates of Jerusalem to put an end to our disgrace. നെഹമ്യ പ്രവചനം 3-ാം അധ്യായം നമ്മെ അത്യന്തം ആകർഷിക്കുന്ന വേദഭാഗമാണ്. നെഹമ്യാവിൻ്റെ ആഹ്വാനപ്രകാരം യഹൂദന്മാർ ഒരുമിച്ച് ചേർന്ന് യെരൂശലേമിൻ്റെ 10 വാതിലുകൾ പണിയുന്നതാണ്. നമ്മെ ആകർഷിക്കുന്നു എന്ന് പറയാൻ കാരണം ഇതൊരു ഒരു ഭക്തന്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പടികളാണ്. ആത്മീക ജീവിതത്തിൽ ഓരോ മനുഷ്യനും കടന്നു പോകേണ്ട ഇടങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ 10 വാതിലുകൾ. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗേറ്റ്സ് ഓഫ് ജെറുസലേം, അതാണ് നാം പഠിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ സമയമനുസരിച്ച് 4-5 വാതിലുകൾ, അത് നമുക്ക് ഇന്നലെ ഒരു 5 മിനിറ്റ് താമസിച്ചു, അതുകൊണ്ട് കൃത്യസമയത്ത് നിർത്തണമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും യഥാസമയത്ത് നിങ്ങളുടെ വീടുകളിലേക്കൊക്കെ പോകേണ്ടതാണല്ലോ, നാളെയും ഡ്യൂട്ടി ഉണ്ടല്ലോ. അതുകൊണ്ട് കൃത്യസമയത്ത് ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് പറയുവാൻ പറ്റുന്നത് പറഞ്ഞ് അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗേറ്റ്സ് ഓഫ് ജെറുസലേം. ഇത് പറയുമ്പോൾ നമ്മളെപ്പറ്റി ഒന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകണം. 10 വാതിലുകൾ, ഞാൻ ആ റെഫറൻസ് പറയുമ്പോൾ ആ വാക്യം മുഴുവൻ നിങ്ങൾ വായിക്കേണ്ട, അവിടെ പറഞ്ഞ വാതിലേതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് നമ്മുടെ പഠനത്തെ സഹായിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻസ് 3-1 അവിടെ പറയുന്ന വാതിൽ. വേദപുസ്തകമൊക്കെ എടുത്തു വരുമ്പോൾ താമസിക്കും, ഞാൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ആട്ടിൻ വാതിൽ, ഷീപ്പ് ഗേറ്റ്. യെരൂശലേം ദേവാലയത്തിനോട് തൊട്ട് ചേർന്നതാണ് ഈ വാതിൽ. നമ്മുടെ കർത്താവായ യേശുമിശിഹ പരസ്യ ശുശ്രൂഷ വേളയിൽ ഏറ്റവും കൂടുതൽ ഈ വാതിലിലൂടെയാണ് യെരൂശലേമിലേക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് ആടുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ട്. മഹാപുരോഹിതൻ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടിയെ ഈ വാതിലൂടെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇതിന് ഷീപ്പ് ഗേറ്റ് എന്ന് പറയപ്പെടുന്നത്. മഹാപുരോഹിതൻ
ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ യാഗപീഠത്തിൽ സമർപ്പിച്ച് ജനത്തിന് ശുദ്ധീകരണവും വീണ്ടെടുപ്പും നൽകുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ഈ ഷീപ്പ് ഗേറ്റിൻ്റെ സിഗ്നിഫിക്കൻസ്? കുഞ്ഞാടായ യേശു തമ്പുരാനാൽ ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ് ഓരോ ഭക്തരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പക്ഷെ ഞാൻ ഇത് ഓർമ്മപ്പെടുത്താനല്ല ആഗ്രഹിക്കുന്നത്. ഈ വാതിലിന് മറ്റു 3 പേരുകൾ യഹൂദന്മാർ പറയുന്നുണ്ട്. ഒന്ന്, യഹൂദന്മാർ ഷീപ്പ് ഗേറ്റിന് കൊടുക്കുന്ന പേര് ഗേറ്റ് ഓഫ് മേഴ്സി എന്നാണ്, കരുണയുടെ വാതിലെന്ന്. ഒരു ഹോംവർക്ക് കണക്ക് ഈ ടെക്സ്റ്റ് നിങ്ങൾ വീട്ടിൽ ചെന്നൊന്ന് വായിക്കണം. എല്ലാ വാതിലും പടുന്നതിന് ശേഷം അതിനോടാമ്പിൽ മന്താഴവും വെക്കുന്നുണ്ട്, ലോക്കും ബാറും വെക്കുന്നുണ്ട്. എന്നാൽ ആട്ടിൻ വാതിലിന് ലോക്കും ബാറും ഇല്ല. അതിനർത്ഥം എന്താണ്? ആട്ടിൻ വാതിൽ ഒരിക്കലും പൂട്ടാൻ പറ്റില്ല, എപ്പോഴും തുറന്നു കിടക്കുകയാണെന്ന് അർത്ഥം. ഏത് മനുഷ്യനും എപ്പം വേണേലും ഈ വാതിലൂടെ കയറാം. മഹാപുരോഹിതന്റെ കയ്യിൽ ഹോമയാഗത്തിനുള്ള മൃഗം നൽകി ശുദ്ധീകരണവും വീണ്ടെടുപ്പും പ്രാപിക്കാൻ പറ്റും. അപ്പോൾ യഹൂദൻ ഈ ആട്ടിൻ വാതിലിനെ പറ്റി ഓർക്കുമ്പോൾ, അതിലൂടെ കടന്നു പോകുമ്പോൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളായിരിക്കുന്നത് ഞങ്ങളുടെ നന്മയിലല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളിലല്ല, തമ്പുരാന്റെ ദൈവത്തിൻ്റെ കരുണയിലാണ്, യാഗത്താലാണ് ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ നന്മയിലോ ജീവിതത്തിൻ്റെ സുഹൃതത്തിലോ അല്ല. തമ്പുരാന്റെ കരുണയെ ഓരോ യഹൂദനും ആട്ടിൻവാതിൽ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ, ഒരിക്കലും ലോക്ക് ചെയ്യാതെ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ ഓർക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആത്മീയ യാത്ര തുടങ്ങേണ്ടത് ഇവിടാണ്. അവർ സ്പിരിച്വൽ ജേർണി ബിഗിൻസ് ഫ്രം ഹിയർ. തമ്പുരാന്റെ കരുണയുടെ കരങ്ങളിലാണ് നമ്മളെല്ലാവരും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയോ സുഹൃതങ്ങളോ നന്മയോ ആത്മീയതയോ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയോ വല്ലതും ആണോ നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്? തമ്പുരാൻ്റെ കരുണയല്ലേ? തമ്പുരാൻ്റെ കരുണയില്ലേ? എത്ര അത്ഭുതകരമായി അതിശയകരമായിട്ടാണ് നമ്മളെ നടത്തുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ നിങ്ങൾ കടന്നുപോയ സങ്കീർണതകളുണ്ട്. ഇപ്പോഴും ഈ ഇസ്രയേൽ ഇറാഖ് വാറിനോടനുബന്ധിച്ച് നിങ്ങൾ കടന്നു പോകുന്ന ചില അനിശ്ചിതത്വങ്ങളുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്, ഒരുവിധം സേഫായിട്ട് നിങ്ങൾ പോകുന്നത്, ജോലിയുടെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഇന്നും ഇവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയാണോ, സുഹൃത്തുക്കളാണോ, ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയാണോ, ജീവിതത്തിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങളാണോ? ഒന്നുമല്ല. തമ്പുരാൻ്റെ കരുണയാണ്. 100 വട്ടം നമുക്ക് പറയാൻ പറ്റും തമ്പുരാൻ്റെ കരുണ മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. തമ്പുരാൻ്റെ കരുണ മാത്രമാണ്. ഞാൻ എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, പേരൻസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ കൊണ്ട് കാണിക്കേണ്ടത്, നമ്മൾ കൊണ്ട് നടക്കേണ്ടത് ഫുഡ് കോർട്ടുകളോ ഫാൻറ്റസി പാർക്കുകളോ കൂറ്റൻ മാളുകളോ ഒന്നും ഉള്ള ഇടങ്ങളിലല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കിനിയിപ്പോൾ ഇപ്പം ഇതിൻ്റെ വെക്കേഷൻ വരികയല്ലേ, ട്രാവൽ പ്ലാനൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പൊയ്ക്കോ, എവിടെ വേണേൽ പൊയ്ക്കോ. പക്ഷേ ജീവിതത്തിൻ്റെ ഉയർച്ചയും നേട്ടവും ഭൗതിക അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. ജീവിതത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതികൂലതകളും നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം. അപ്പോഴവർ മനസ്സിലാകും എത്ര ബ്ലെസ്ഡാണ്, അബണ്ടൻസ് ഓഫ് ബ്ലെസ്സിങ്ങാ ഈ ജീവിതം എന്ന് അവർ തിരിച്ചറിയും. നിങ്ങൾ ഈ RCCയുടെ കുട്ടികളുടെ വാർഡിൽ ഒന്ന് കയറി ഇറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വാവിട്ട് കരഞ്ഞുകൊണ്ടല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഓർത്തോണം, ഈ ഒരു 4-5 വയസ്സുകാരൻ്റെ ആയിരിക്കും കാൽ ആംപ്യൂട്ട് ചെയ്യുന്നത്, മറ്റൊരു നിർവാഹമില്ലാതെ. കുഞ്ഞുങ്ങളുടെ അതിവേദനയുള്ള കരച്ചിൽ അമ്മമാർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ചിലപ്പം കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി പോലുമല്ല, അവളുടെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവമേ ഇവിടെ ജീവനെ അങ്ങ് എടുത്തോണേ എന്നുള്ളതാണ്. എന്തൊരു അനുഗ്രഹമാണ്, എത്തൊരു അനുഗ്രഹമാണ്. പട്ടിണി മരണം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാകുന്നില്ലേ? ആദിവാസി ഊരുകളിൽ അനുഭവിക്കുന്ന കഷ്ടത, എൻഡോസൾഫാൻ ദുരിതം വിതച്ച ഇടങ്ങൾ, ഭീകരമായ തല, അസ്ഥിപഞ്ജരം പോലെയുള്ള ഒരു ശരീരം, എത്ര ബ്ലെസ്ഡാണ്. സുന്ദരമായ ആകാരം, നല്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. എനിക്കറിയാം ഒരു ആൻറ്റിയെ അർബുദബാധിതയായി, പക്ഷെ നല്ല വിൽപ്പവറും ദൈവവിശ്വാസമുള്ള ആൻറ്റിയായിരുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ രോഗത്തെ അതിജീവിച്ചു, സൗഖ്യമായി. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ട് പെറ്റ് സ്കാൻ എടുത്തപ്പോഴത്തേക്ക് വീണ്ടും മനസ്സിലായി ശരീരത്തിൽ ക്യാൻസർ വീണ്ടും വ്യാപിച്ചു. പെട്ടെന്നങ്ങ് നിരാശയായി പോയി. എൻ്റെ അടുക്ക് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിച്ചില്ല വീണ്ടും ഇതിങ്ങനാകും എന്ന്. പരുമല ഹോസ്പിറ്റലിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റായിട്ട് ചെന്ന സമയത്ത്
നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഒരു പൊടിക്കുഞ്ഞിനെ പെറ്റ് സ്കാനിന് കയറ്റാൻ പോവാന്ന്. പെട്ടെന്ന് ഇവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എൻ്റെ ദൈവമേ, എനിക്ക് എന്തോ പരാതി പറയാൻ പറ്റും? എന്തോ പരാതി പറയാൻ പറ്റും? പ്രിയമുള്ളവർ, എത്ര ബ്ലെസ്ഡാ. ലോകം മുഴുവനും സ്വാധീനിച്ച ഒരു ആംഗ്ലിക്കൻ പുരോഹിതനുണ്ട്, ജോൺ ന്യൂട്ടൺ എന്ന പേര്. അദ്ദേഹം ആദ്യം ഒരു സ്ലേവ് ട്രേഡർ ആയിരുന്നു. അതായത് ഒരു അടിമ കച്ചവടക്കാരനായിരുന്നു, ക്രൂരനായിരുന്നു. ഒത്തിരി പണത്തിന് വേണ്ടി എന്ത് ചെയ്യും, അടിമകളെ കൊല്ലക്കൊല ചെയ്ത മനുഷ്യനാണ്. ഭയം ആളുകൾക്ക് അയാളെ. അയാൾ ഒരിക്കൽ ഈ സ്ലേവ് ട്രേഡ് നടത്താൻ വേണ്ടി ഒരു കപ്പൽ യാത്ര നടത്തി. പെട്ടെന്ന് കാറ്റും കോളും അടിച്ചു, കപ്പൽ ഛേദത്തിൻ്റെ വക്കിലെത്തി, മരണം മുന്നിൽ. ഈ സമയത്ത് ആ മനുഷ്യൻ ശരിക്കും ദൈവത്തെ വിളിച്ചു, ദൈവമേ, ഒരു ജീവിതം തരികയാണെങ്കിൽ ഇനി പഴയപടി ഞാൻ പോകില്ല. ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിച്ചു. എന്നിട്ട് ഈ സ്ലേവ് ട്രേഡറാണ് ഒരു ആംഗ്ലിക്കൻ പ്രീസ്റ്റായിട്ട് മാറിയത്. അദ്ദേഹം ഒത്തിരി ഗീതങ്ങൾ എഴുതി, ഒത്തിരി അടുത്ത് പ്രസംഗിച്ചു. എല്ലാം ദൈവം നടത്തിയ വിധങ്ങളാണ്. മരിക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലർ സോങ്, മരിക്കാൻ നേരത്ത് താഴ്ന്ന പിച്ചിൽ പാടിയാ മരിച്ചതെന്നാണ് പറയുന്നത്. ആ പാട്ട് ഒരു പക്ഷേ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാം. അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട് that saved a wretch like me. Once I was lost, but now I'm found. Was blind and now I see. അതിൻ്റെ മലയാളത്തിലൊരു ഗീതമുണ്ട്, ആശ്ചര്യമാം കൃപ രക്ഷിച്ചി ദോഷിയെ. റച്ചെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കീടവന്ന. അമേസിംഗ് ഗ്രേസ് അല്ലേ പ്രിയമുള്ളവരെ ജീവിതം? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അമേസിംഗ് ഗ്രേസാ. എത്ര ആവർത്തി പറഞ്ഞാലും തീരില്ല. അതുപോലെ ദൈവത്തിൻ്റെ കൃപയിലാണ്, കരുണയിലാണ് നമ്മൾ അവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്നതാ ചെയ്യേണ്ടത്? യഹൂദന്മാർ ഈ വാതിലിന് കൊടുക്കുന്ന രണ്ടാമത്തെ പേര് ഗേറ്റ് ഓഫ് ഡെഡിക്കേഷൻ എന്നാണ്. നിങ്ങൾ ഈ ടെക്സ്റ്റ് വായിക്കണം. എല്ലാ വാതിലും പണിതിട്ട് വെക്കുന്നതേ ഉള്ളൂ. ആട്ടിൻ വാതിൽ മാത്രമാണ് പണിതിട്ട് ഒരു പ്രതിഷ്ഠിച്ച് ഒരു ശുശ്രൂഷ നടത്തി വെക്കുന്നത്. അങ്ങനെയെങ്കിൽ തമ്പുരാൻ്റെ കരുണയാണ് ഈ ജീവിതമെന്ന് ചിന്തിച്ചാൽ ഇനി പഴയ ജീവിതത്തിൽ പോകാൻ പറ്റില്ല. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കണം. ഓർത്ത് നോക്ക്, ഇവിടെ ഇരിക്കുമ്പോൾ തമ്പുരാൻ്റെ കരുണയാണെന്നല്ലേ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളത്. അങ്ങനെയെങ്കിൽ പഴയപടി പറ്റില്ല, ഒരു മാറ്റം ഉണ്ടാകണം. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കണം. എങ്ങനെ പ്രതിഷ്ഠിക്കണം? യഹൂദന്മാർ ഈ വാതിൽ കൊടുക്കുന്ന മൂന്നാമത്തെ പേരെന്താണെന്നറിയാവോ? ഗേറ്റ് ഓഫ് സാക്രിഫൈസ്, യാഗത്തിൻ്റെ വാതിൽ. കാരണം ഈ വാതിലൂടെ പോകുന്ന ഒരാട്ടിൻകുട്ടിയും പിന്നെ ജീവനോട് തിരിച്ചു വരില്ല. എല്ലാം യാഗപീഠത്തിൽ യാഗമായി തീരും. അതുകൊണ്ട് യഹൂദൻ പറയുകയാണ്, ഈ വാതിൽ ഗേറ്റ് ഓഫ് സാക്രിഫൈസ് ആണ്, യാഗത്തിൻ്റെ വാതിലാണ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ കർത്താവിൻ്റെ കരുണയിലാണ് ജീവിക്കുന്നതെങ്കിൽ പഴയപടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഗേറ്റ് ഓഫ് സാക്രിഫൈസിന് സമമായിട്ട് മാറണം. ത്യാഗമായിട്ട് മാറണം, കുലീനമായിട്ട് മാറണം, മീനിങ് ഫുള്ളായിട്ട് മാറണം. ഒരു യൂസ്ഫുള്ളായിട്ട് മാറണം എന്ന അർത്ഥം. കുറച്ചുകൂടെ കുലീനമാകണം. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ എന്തായിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് മറ്റെങ്ങും വേണ്ട, നമ്മുടെ ഇന്നർ സർക്കിളിൽ, നമ്മുടെ കുടുംബത്തിലെങ്കിലും കുറച്ചുകൂടെ കുലീനമായിട്ട് ജീവിക്കണ്ടേ? നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട്, അവരുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ കുറച്ചുകൂടെ കുലീനമായിട്ട് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പോലും ചില പ്രയാസങ്ങളോ വിഷമങ്ങളോ വരുമ്പോൾ സഹിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ പോലും ബലഹീനതയോ വിഷമമോ ഒന്നും സഹിക്കാൻ പറ്റില്ല. അവരൊന്ന് ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു മീനിങ് ഫുള്ളായിട്ട് കുലീനമായിട്ട് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പങ്കാളിയോട്, മാതാപിതാക്കളോട്. ഞങ്ങൾ ഈ അച്ഛന്മാർ ഒത്തിരി വീടുകളിൽ കയറി ഇറങ്ങും. ചില സമയത്ത് നമുക്ക് വിഷമം തോന്നും. മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളോട് കാണിക്കുന്ന ചിലരുടെ അവഗണന, ചിലപ്പോൾ അവഗണനയെന്നും അല്ല പറയേണ്ട, പീഡിപ്പിക്കുന്ന തരത്തിൽ. അവരൊക്കെ പള്ളി വന്നിട്ട് വലിയ ആത്മീയരായിരിക്കും. വേണ്ട, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 48 പേരെയാണ് ബന്ധുക്കൾ ഉപേക്ഷിച്ച് വിട്ടത്. രോഗം വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡിസ്ചാർജ് ആയിട്ട് ഏറ്റെടുക്കാൻ മക്കളില്ല. എന്തൊരു കാലമാണ് പ്രിയമുള്ളവരെ, എന്തൊരു കാലമാണ്. കുറച്ചുകൂടെ കുലീനമായി, കുറച്ചുകൂടെ മീനിങ് ഫുള്ളായിട്ട്, കുറച്ചുകൂടെ സാക്ഷ്യത്തോട് ജീവിക്കണ്ടേ? നമ്മൾ എടുക്കുന്ന ഇടങ്ങൾ എന്തായിക്കൊള്ളട്ടെ. നിങ്ങൾ വായിച്ചു കേട്ടതായിരിക്കാം അരുൺ ഷൂറി എന്നൊരു മനുഷ്യനെ പറ്റി. ലോക പ്രശസ്തനായ എക്കണോമിസ്റ്റാണ്, വേൾഡ് ബാങ്കിൻ്റെ ഉന്നത സ്ഥാനത്തിരുന്ന ആളാണ്.
പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കൺസൾട്ടൻ്റ് ആണ്. രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ആളാണ്. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യ ടുഡേ എന്നീ പത്രങ്ങളുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ച ആളാണ്. ഒത്തിരി പുസ്തകങ്ങളുടെ ഓതറാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയ മനുഷ്യനാണ്. തീരുന്നില്ല, വാജ്പേയി മിനിസ്ട്രിയിൽ അദ്ദേഹം ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്ററായിരുന്നു. എല്ലാ രീതിയിലും ഏത് ആംഗിളിൽ നോക്കിയാലും 100 ജീവിച്ച മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് നമുക്ക് പലർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പാണ്ട് 50 വയസ്സോളം കാണുമായിരിക്കും. സെറിബ്രൽ പാൾസി ബാധിച്ച ആളാണ് ആദിത്യ. ഭാര്യ അനിത പാരലൈസ്ഡ്. ഇവരെ രണ്ടുപേരെ നോക്കുന്ന ആരാന്നറിയാവോ? നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി അരുൺ ഷൂറി. തളർന്നു കിടക്കുന്ന ഭാര്യ അനിതയെയും വേറെ ആരുമല്ല, സെറിബ്രൽ പാൾസി ബാധിച്ച മകനെയും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒരു ജേർണലിസ്റ്റ് വന്നപ്പോൾ അരുൺ ഷൂറി മകൻ ഇങ്ങനെ ഒരു വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക തലചരിച്ച്. അരുൺ ഷൂറി വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ കുഞ്ഞിനെ ഇങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കുക, വളരെ ശ്രദ്ധയോടെ. എത്ര പേരെ ഏൽപ്പിക്കാൻ പറ്റും അയാൾക്ക്? ജേർണലിസ്റ്റ് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം അങ്ങ് മറന്നുപോയി. അരുൺ ഷൂറിനോട് ചോദിച്ചു, സാർ അങ്ങ് ഇത് ചെയ്യുമ്പോൾ അങ്ങക്ക് എന്നതായി തോന്നുന്നേ? അരുൺ ഷൂറി പറഞ്ഞു, ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു, അതിൽ ഞാൻ അഭിമാനിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു, അതിൽ ഞാൻ അഭിമാനിക്കുന്നു. 10 ദിവസം എന്നുള്ളത് ഒരു 30-40 ദിവസം ആകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തളർച്ചയൊന്നും നമുക്ക് അത്ര ഇഷ്ടമാകുന്നില്ല. ഒരു മനുഷ്യൻ പറയാം, എത്ര നാളായിട്ട് സെറിബ്രൽ പാൾസി ബാധിച്ച മകനെ നോക്കുക, ദൈവം കണക്ക് ഈശ്വരനെ പോലെ നോക്കുക. നമുക്കുണ്ടാകേണ്ട മാറ്റം പ്രിയമുള്ളവരെ. തമ്പുരാൻ്റെ കരുണയായ ജീവിതം. എങ്ങനെയും ജീവിക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ കുലീനമായിട്ട് ജീവിക്കണം. 2 Gate chapter verse 3. ഫിഷ് ഗേറ്റ്, മീൻവാതിൽ. യെരുശലേം നഗരത്തിലേക്ക് മത്സ്യത്തെ കൊണ്ടുവരുന്ന ഇതുവഴിയാണെന്നാണ് പറയുന്നത്. ഗലീല കടലിൻ്റെ അടുക്കിലേക്ക് തുറക്കുന്ന വാതിലാണ് ഈ വാതിൽ. ഇതിനോട് ചേർന്നൊരു ഫിഷ് മാർക്കറ്റും ഉണ്ട്. അതുകൊണ്ടുകൂടെ ആയിരിക്കാം ഫിഷ് ഗേറ്റ് എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഗലീല കടലിൻ്റെ തീരത്ത് വെച്ചാണ് തമ്പുരാൻ കർത്താവ് മുക്കുവരെ പ്രിയ അജഗണങ്ങളായിട്ട് മാറ്റിയത്. അവരോട് പറഞ്ഞു, നിങ്ങളിനി മത്സ്യത്തെ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാണ്. I will make you become the fishers of men, not fishermen. നിങ്ങളിനി മത്സ്യത്തെ പിടിക്കുന്നവരല്ല, മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഈ ഷീപ്പ് ഗേറ്റ് ഇന്നർ സർക്കിളിൽ കുലീനമായിട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ഫിഷ് ഗേറ്റ് ഔട്ടർ സർക്കിളിൽ ജീവിതം സാക്ഷ്യമാകണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഈ ഫിഷിന് ഗ്രീക്കിലുള്ള വാക്ക് ഇക്തൂസ് എന്നാണ്. 5 ആൽഫബറ്റ്സ്, ഗ്രീക്ക് ആൽഫബറ്റ്സ് ചേരുന്നതാണ്. അത് 5 ക്രിസ്തുവിനെ പറ്റി പറയുന്ന 5 വാക്കുകളുടെ ആദ്യത്തെ ആൽഫബറ്റ്സാണ്. ഈസൂസ്, ക്രിസ്റ്റോസ്, തെയോസ്, ഹുയോസ്, സൊറ്റീർ. ജീസസ് ക്രൈസ്റ്റ്, ഗോഡ്, ഹോളി, സേവിയർ. പെർസിക്യൂഷൻ്റെ സമയത്ത് ഈ ക്രിസ്ത്യാനിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഫിഷ്. ഒരു ഫിഷിൻ്റെ പടം വരച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്ത്യാനിയുടെ ഐഡൻറ്റിറ്റിയാണ്, ക്രിസ്തീയ സാക്ഷ്യത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന ഫിഷ്. ഇത് ഈ മത്സ്യത്തെ പിടിക്കുന്ന ഒരു മനുഷ്യനെ പിടിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ്. വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിഷേഴ്സ് ഓഫ് മെൻ ആൻഡ് ഫിഷർമെൻ? മത്സ്യത്തെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് പ്രൊഫഷനാണ്. മനുഷ്യനെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് ഡിവൈൻ കോളാണ്. മത്സ്യത്തെ പിടിക്കുക എന്നൊക്കെ പറയുന്നത് പെരിഫർ ലെവലാണ്. മനുഷ്യനെ പിടിക്കുക എന്ന് പറയുന്നത് ഡീപ്പ് റൂട്ടഡാണ്. ഏതിടങ്ങളിലും ഈ 2 സാധ്യതകളില്ലേ? ഏതിടങ്ങളിലും. നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ അച്ഛന്മാരെ പറ്റി പറയത്തില്ലേ, ഇല്ല അധികമൊന്നുമില്ല, ഒരു പ്രൊഫഷൻ കണക്കേ ഉള്ളെന്ന്. എന്നാൽ ചില സാധാരണ മനുഷ്യരെ പറ്റി നമ്മൾ ചിലർ പറയത്തില്ലേ, ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന പോലെയാണ്. ബോബി അച്ഛൻ കോട്ടയത്തുള്ളൊരു ചെരുപ്പൂത്തിയെ പറ്റി പറയുന്നത് നിങ്ങൾ വായിച്ചു കാണുമായിരിക്കാം. അച്ഛൻ്റെ ഫ്രണ്ടാണ്. ഒരു ദിവസം
ചെരുപ്പൂത്തി ബോബി അച്ഛനോട് പറഞ്ഞു, ബോബി നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ തുന്നിക്കെട്ടുന്ന ചെരുപ്പുകൾ, ഓരോ ചെരുപ്പും ഒരു ഹാർട്ട് സർജൻ ഹാർട്ട് തുന്നിക്കെട്ടുന്ന ഏകാഗ്രതയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ചില മനുഷ്യർ നമ്മളെ പൊള്ളിക്കും. ഞാനിത് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചില മനുഷ്യരെ പിടിക്കുന്നവരല്ലേ ചിലർ. ചിലർ മത്സ്യത്തെ പിടിക്കുന്നവർ പോലെ. ഏത് മേഖലകളിൽ ഈ സാധ്യതകളുണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ നേഴ്സ് ആയിക്കൊള്ളട്ടെ, ഒരു ഡോക്ടർ ആയിക്കൊള്ളട്ടെ, ഒരു എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, ഒരു ലേബർ ആയിക്കൊള്ളട്ടെ, ഒരു വീട്ടമ്മ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഒരു മത്സ്യം പിടിക്കുന്ന കണക്കാകരുത്. ഒരു പെരിഫർ ലെവലിൽ ചിലർ ഇച്ചിരി ഡീപ്പ് റൂട്ടഡാ, നമ്മുടെ ഹാർട്ടിൽ തൊടും. നമ്മുടെ ഔട്ടർ സർക്കിൾ. നിങ്ങൾ എത്ര കാലം, ഞാൻ പൊതു ഇടങ്ങളിൽ ജീവിക്കുന്നുണ്ട്, നിങ്ങൾ പ്രവർത്തിക്കുന്ന ജോലിയിടങ്ങളിൽ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അവർ നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ? ദൈവത്തെ കാണുന്നു എന്ന് അവർ പറയുന്നുണ്ടോ? ഒരു നല്ല ജീവിതമാണെന്ന് പറയുന്നുണ്ടോ? ഒരു സാക്ഷ്യമുള്ള ജീവിതമാണെന്ന് കേട്ടിട്ടുണ്ടോ നമ്മളെപ്പറ്റി? ചില സാധാരണ മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തത്തില്ലേ? ഉമ്മൻചാണ്ടി ഒത്തിരി വലിയ ജനകീയന്. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറന്ന ഓഫീസാണ്. എപ്പം വേണേലും കയറാം, ആർക്കും വേണേലും കയറാം. ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ അദ്ദേഹം ഇല്ലായിരുന്ന സമയത്ത് ഒരാൾ ഇച്ചിരി മാനസിക പ്രയാസം കാണുമായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കയറിയപ്പോഴും ഉമ്മൻചാണ്ടിയില്ല, കസേര കയറി അങ്ങ് ഇരുന്നു. എന്നിട്ട് ടെലിഫോൺ എടുത്തിട്ട് ഫോൺ വിളിക്കാൻ തുടങ്ങി. ആരാണ്ട് പെട്ടെന്ന് ഇത് കണ്ട് ഓടി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ആരാൻ ചോദിച്ചു, ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ചില അടിയന്തര കോളുകൾ വിളിക്കാനുണ്ടെന്ന്. പെട്ടെന്ന് അദ്ദേഹത്തെ പുറത്താക്കി. പോലീസുകാരൊക്കെ വന്ന് പുറത്താക്കി. എന്നിട്ട് ഉമ്മൻചാണ്ടി എടുക്കുക ഈ വിവരം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കേസ് നടപടികളിലേക്കൊക്കെ പോകണ്ടേ? ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്താണെന്നറിയാവോ? അയാൾ മുഖ്യമന്ത്രിയാണെന്നല്ലേ പറഞ്ഞുള്ളൂ, പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യനെ ഞാൻ മനസ്സിലാക്കിയില്ല, മുഖ്യമന്ത്രിയായി ഞാൻ മനസ്സിലാക്കിയില്ല, ഇവനെ കേരളത്തിൽ ആര് മനസ്സിലാക്കും? ചില മനുഷ്യർ നമ്മുടെ ഹൃദയത്തെ തൊടും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പുതുപ്പള്ളി പള്ളിയിൽ കുറിച്ചു വെച്ചത് വലിയ ഫ്ലക്സൊക്കെ എഴുതിയിട്ട്, ആര് പറഞ്ഞു മരിച്ചെന്ന്, ജീവിക്കുന്ന ഞങ്ങളിലൂടെ. ചില മനുഷ്യരെങ്ങനെയാണ് നെഞ്ചിത്തോടും പ്രിയമുള്ളവരെ. എത്ര നാളായിട്ട് കുപ്പായം ഇടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ഒരാളെ തൊടാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന നിങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്, ആരെങ്കിലും തൊടാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തുവിനെ നിങ്ങളിലൂടെ കാട്ടിക്കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? ഒരു തൃശ്ശൂർ പിതാവിൻ്റെ അടുക്കൽ ഒരു 10-16 വർഷം മുമ്പ് ഒരു ദാമോദരൻ പിള്ളയെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പിതാവ് എനിക്ക് ക്രിസ്ത്യാനിയാകണം. പിതാവ് പറഞ്ഞു, ക്രിസ്ത്യാനിയാകണോ? ഞങ്ങളുടെ വിശ്വാസം ആരാധനയൊക്കെ അറിയാവോ? പിതാവെ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഇയാൾക്ക് എന്നാ അറിയാം? ദാമോദരൻ പിള്ള പറഞ്ഞു, പിതാവെ എനിക്കൊരു ചാക്കോച്ചനെ അറിയാം. എന്നിട്ട് പറഞ്ഞു, ഞാനും ചാക്കോച്ചനും ഉറ്റ സുഹൃത്തുക്കളാ, ഞങ്ങൾ അയൽക്കാരാ, ഞങ്ങൾ രണ്ടുപേരും കൃഷിക്കാരാ. കൃഷി ചെയ്ത് ഞാൻ മുടിഞ്ഞുപോയി. ചാക്കോച്ചൻ ആ വർഷവും വയലിൽ കൃഷി ചെയ്തു. അയാൾ എന്നിട്ട് എൻ്റെ നിലത്തും വിത്ത് വിതച്ചു. ഞാൻ വിചാരിച്ചു തരിശായിട്ട് കിടക്കുന്നതുകൊണ്ട് എന്നോടുള്ള സ്വാതന്ത്ര്യത്തെ കരുതി വിത്ത് വിതച്ചതായിരിക്കുമെന്ന്. കൊയ്യുമ്പോൾ അതിൻ്റെ ഒരു പാർട്ട് കിട്ടും, അത്രയാകാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. കൊയ്യാൻ നേരത്ത് എന്ത് ചെയ്തെന്നറിയാമോ പിതാവേ ചാക്കോച്ചൻ? അയാളുടെ വയലും കൊയ്തു, എന്നിട്ട് എൻ്റെ വയൽ കൊയ്തില്ല. ഞാൻ ചോദിച്ചു, എടാ എന്തേ നിൻ്റെ വയൽ കൊയ്യാത്തത്? ചാക്കോച്ചൻ പറഞ്ഞു, അതെങ്ങനെയാടാ എൻ്റെ വയലാകുന്നത്? അപ്പോൾ ദാമോദരൻ പിള്ള പറഞ്ഞു, നീയല്ലേ നിലവൊരുക്കിയത്, നീയല്ലേ വിത്ത് വിതച്ചത്, നീയല്ലേ വളമിട്ടത്, നീയല്ലേ കളവറിച്ചത്, നീയല്ലേ ഇത്രയാക്കിയത്, കൊയ്തെടുക്കേണ്ട നിന്റെ അവകാശമല്ലേ, ഓഹരിക്ക് തന്നാ മതി. ചാക്കോച്ചൻ പറഞ്ഞു, എടാ നീ എന്നതായി പറയുന്നേ? ഞാനും നീ ഉറ്റ സുഹൃത്തുക്കളല്ലേ. ഞാനാ നിലത്ത് വിത്ത് വിതച്ചെന്നേ ഉള്ളൂ, വിളഞ്ഞത് നിന്റെ വഴിയില്ല, കൊയ്തെടുക്കേണ്ട നിന്റെ അവകാശമാ. പിതാവേ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ ചാക്കോച്ചനോട് ചോദിച്ചു, ചാക്കോച്ച ഇതാരാ പറഞ്ഞു തന്നതാ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചാക്കോച്ചൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചതെന്ന്. നായർ തറവാട്ടുകാരൻ ദാമോദരൻ പിള്ള തൃശ്ശൂർ പിതാവിൻ്റെ അടുക്ക തൊഴുകൈകളോട് നിന്ന് പറയുകയാ, പിതാവേ നിങ്ങളുടെ മതത്തിൻ്റെ ആരാധന അനുഷ്ഠാനമൊന്നും എനിക്കറിയില്ല, എനിക്ക് ഒന്നറിയാം, ഒരു ചാക്കോച്ചനെ അറിയാം. അയാളുടെ വിശ്വാസം സ്വീകരിക്കാനാ വന്നത്, അയാളുടെ വിശ്വാസം സ്വീകരിക്കാനാ വന്നത്. അതല്ലേ സാക്ഷ്യം, അതല്ലേ ജീവിതത്തിൻ്റെ
ക്രിസ്തീയ ഐഡന്റിറ്റി. 3, 6 വാക്യം. പഴയ വാതിൽ, ഓൾഡ് ഗേറ്റ്, യെരുശലേമിലെ ആദ്യത്തെ വാതില, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വാതില ഇത്. അതിലൂടെ പോകണം. പൊളിഞ്ഞ് കിടക്കുന്നത് പഴയ വാതിലൊക്കെ ആർക്കാ വേണ്ടത്? ആരാ അതുവഴി പോകുന്നത്? അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് പുതുതാക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ നിന്റെ ആത്മീക ജീവിതത്തിൽ ദൈവാത്മാവിനോടൊപ്പമാണ് നീ എങ്കിൽ നിന്റെ ജീവിതത്തിലുണ്ടാവേണ്ട അടുത്ത മാറ്റമാ പഴയ വാതിലൂടെ പോകണം. പഴയതെന്ന് ആർക്കാ വേണ്ടേ? ആർക്കും വേണ്ട. എല്ലാവരും പുതിയത് തേടിപ്പോവല്ലേ, പുതുമയുടെ പിന്നാലെ. പുതിയത് മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുക. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഐതിഹാസികമായ കുതിച്ചുചാട്ടത്തിലാണ്. ലോകം മാറുന്നത് നിങ്ങൾ ഓർത്തോണം, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. പണ്ട് ലോകത്തിലൊരു മാറ്റം വരണമെങ്കിൽ മാസങ്ങളും വർഷങ്ങളും ഒക്കെ വേണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കണ്ണടച്ചൊന്ന് തുറന്നു നോക്കിയേ, നിങ്ങൾ കണ്ട ലോകമല്ല. ടെക്നോളജി അത്ര വേഗം അഡ്വാൻസ്ഡാണ്. 5G കഴിഞ്ഞു, 6Gക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങളായി. ഈ ഗൂഗിൾ മീറ്റും സൂമും ഒക്കെ ആയിരുന്നു. ഇനിയും വെർച്വൽ റിയാലിറ്റിയുടെ ലോകമായി ഇനിയും വരുന്നത്. ഇനി പ്രസംഗത്തിന് ഇവിടെ വരണ്ട, നിങ്ങളൊന്നും വരണ്ട, നിങ്ങളിവിടെ ഇരിക്കുകയും വേണ്ട, ഞാൻ പ്രസംഗിക്കുകയും വേണ്ട. ഇതിനേക്കാൾ 3 ഡയമെൻഷൻ 6 ഡയമെൻഷനിലൊക്കെയുള്ള വെർച്വൽ കോൺഫറൻസുകൾ, മീറ്റിങ്ങുകൾ, യോഗങ്ങളൊക്കെ നടക്കും. അത്ര അഡ്വാൻസ്ഡാ. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും പിന്നെ വിഷ്വൽ എഫക്ട്സും ഒക്കെ എന്തൊരു മാറ്റമാണ് വരുത്തുന്നത്. ChatGPTയും പെർപ്ലക്സിറ്റിയും ഗൂഗിൾ ജെമിനിയും ബനാനയും എന്തൊരു മാറ്റമാണ്. നമ്മൾ എന്തോ കൊടുത്താലും അത് ഈ കസ്റ്റമൈസ് ചെയ്ത് ഫോട്ടോയായി വീഡിയോയും ആരോടൊപ്പം വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി തരും. മോദിയും പിന്നെ ട്രംപൂടെ ബൈക്കിൽ പോകുന്ന എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഇനിയും ഫിലിം ആക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രിയേറ്റഡ് ആക്ടേഴ്സ് വരിക, ലക്ഷങ്ങളൊക്കെ കൊടുത്ത് മമ്മൂട്ടിയും മോഹൻലാലിനെ ഒന്നും നമ്മൾ ഇനി അഭിനയിക്കാൻ വിളിക്കണ്ട. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ലോകം മാറിക്കൊണ്ടിരിക്കുക. എല്ലായിടങ്ങളിലും അതിവേഗം മാറിക്കൊണ്ടിരിക്കുക ലോകം. അത്ര സ്പീഡാ. ലോകം മാറുന്നു, ടെക്നോളജി മാറുന്നു. പക്ഷെ നമ്മൾ മാറിയാൽ ശരിയാവൂ? നമ്മളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെയും ശീലങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഫുഡ് ഹാബിറ്റ് മാറുന്നു, ഡ്രസ് കോഡ് മാറുന്നു, ജീവിതശൈലി മാറുന്നു. ഫുഡ് ഹാബിറ്റിന് നമുക്ക് ഒത്തിരി മാറ്റം വന്നതിൻ്റെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ട് നമ്മുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ്. ഇപ്പം ന്യൂജൻ കുട്ടികൾക്കൊന്നും വീടുകളിലെ ഭക്ഷണം ഇഷ്ടമല്ല. അമ്മ എത്ര സ്നേഹത്തോടെയും എത്ര ശ്രദ്ധയോടെയും ഭക്ഷണം ക്രമീകരിച്ച് കഴിഞ്ഞാലും കൊടുത്താലും അവർക്കതൊന്നും ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. അമ്മ കൊടുക്കുമ്പോൾ അത് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് മാത്രമല്ല നോക്കുന്നത്, കുഞ്ഞിൻ്റെ വയറൂടെ നോക്കും. ഹോട്ടലുകാർ പ്രിസർവേറ്റീവും കെമിക്കലും ടേസ്റ്റ് മേക്കറും ഒക്കെ ചേർത്ത് അങ്ങനെയുള്ള ഫുഡുകളാണ്. ഫുഡ് ഹാബിറ്റ് മാറുന്നതുകൊണ്ടുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരു ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നാട്ടിലോ അതൊന്നുമില്ല. ഇവിടുത്തെ രീതി പോലല്ല. നാട്ടിൽ ഗുരുതരമായ ശാരീരിക പ്രയാസങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണം ഇവിടുത്തെ ഹോട്ടൽ ഫുഡാണെന്നാണ് പറയുന്നത്. ഡ്രസ്സോ, ഇവിടെ ഡ്രസ് കോഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഏത് ഡ്രസ്സ് മനുഷ്യർ ധരിക്കും, പക്ഷേ ഒരു കുലീനമായ വേഷം വേണ്ടേ. ചിലപ്പോൾ എന്തോ ഒരു തരം താഴ്ന്ന രീതിയിലുള്ള വേഷങ്ങളൊക്കെ ചിലപ്പം വരും. ഒരിക്കലും ഒരുത്തൻ പള്ളി വന്ന് അവൻ്റെ ടീഷർട്ടിൽ എഴുതിയിരിക്കുക ഐ ആം ക്രേസി, എനിക്കൊരിച്ചിരി പിരിയുണ്ടെന്ന്. ഇപ്പോഴീ നിങ്ങൾ ഈ ബോഡി ഷേപ്പിംഗ് ഒന്നും പറയരുതെന്നാ, ഗുരുതരമായ കുറ്റമാണെന്ന് അറിയാം. എങ്കിലും ഞാൻ പറയുക, ഇപ്പം ചിലപ്പോഴീ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല. തലമുടി നീട്ടി വളർത്തി, സ്ലൈഡ് വെച്ച്, ബോ വെച്ച്, പിന്നിക്കെട്ടി, താടി വളർത്തി, അടിയിലൊരു കെട്ടൊക്കെ കെട്ടി. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് പോലും വിഷമം തോന്നും, ഞങ്ങളെക്കാൾ വലിയ താടിയായിട്ടൊക്കെ ചിലർ വരുന്നത്. അപ്പോൾ എൻ്റെ പള്ളിയിൽ ഈ തലമുടിയൊക്കെ നീട്ടി വളർത്തി, തൊട്ട് മുമ്പിരുന്ന പള്ളിയിൽ തലമുടിയൊക്കെ നീട്ടി വളർത്തി ഒരുത്തൻ ഇങ്ങനെ സ്ലൈഡും ഒക്കെ കുത്തിക്കൊണ്ട് വന്നു. ഞാൻ അവനെ കളിയാക്കാൻ വേണ്ടി തന്നെ ചോദിച്ചു,
എടാ ബോയ് ഒന്നും വെച്ചില്ലയോ എന്ന്. അവൻ പറഞ്ഞു വെച്ചാൽ ബോയ് എടുക്കാൻ മറന്നുപോയെന്ന്. അതിൻ്റെ സൗന്ദര്യം എവിടാന്ന് എനിക്ക് അറിയത്തില്ല. തലമുടികളൊക്കെ ഇപ്പം നമ്മുടെ ന്യൂജൻ കുട്ടികളുടെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പ്രയാസം തോന്നും. നമുക്ക് വേഷം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കുലീനത വേണ്ടേ, ഒരു മാന്യത വേണ്ടേ. ഒരു മനുഷ്യൻ്റെ മാന്യത നിശ്ചയിക്കുന്നത് അവൻ്റെ വേഷം ഒരു ഘടകമാണ്. എന്തും ധരിക്കാവോ, അതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. അതിങ്ങനെ പറയുന്നത് ഇന്നത്തെ ഈ സ്വാതന്ത്ര്യം അനുസരിച്ച്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് കുറ്റകരമായിരിക്കും. പക്ഷേ എന്നാലും ഒരു മനുഷ്യൻ്റെ മാന്യത നിശ്ചയിക്കുന്ന വേഷമല്ലേ. പോട്ടെ, നമ്മുടെ ഫുഡ് ഹാബിറ്റ് മാറുന്നു, വേഷം മാറുന്നു, പക്ഷെ നമ്മുടെ ഈ മൂല്യങ്ങളൊക്കെ പോയാലോ? പരസ്പര ആദരവ് ഇന്ന് കുറഞ്ഞു തുടങ്ങിയല്ലേ. ആദരവില്ലാത്തൊരു സമൂഹം നിലനിൽക്കത്തില്ലെന്നാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോണം, പരസ്പര ആദരവ് എത്ര വലുതായിരുന്നു അറിയാവോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം, ആദരവ്. നമ്മൾ യൂറോപ്യൻസിനെയും യു എസിലുള്ളവരെയൊക്കെ കുറ്റം പറയും. അവരുടെ സല്യൂട്ടേഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരസ്പരം കാണുമ്പോൾ രണ്ടുപേര് ഒരുമിച്ച് വരികയാണെങ്കിൽ, ഒരു ഡോറിൻ്റെ മുമ്പിലാണെങ്കിൽ രണ്ടുപേരും അങ്ങ് മാറിക്കൊടുക്കും. നമ്മളോ ഇടിച്ചു കയറാൻ നോക്കും, പള്ളിക്കകത്താണേലും എവിടാണേലും. നമുക്കൊരു പരസ്പര ആദരവ് കുറഞ്ഞു തുടങ്ങിയിരിക്കുക. നാട്ടിൻപുറത്തെ പള്ളിയിലൊക്കെ ആണെങ്കിൽ എൻ്റെ അടുക്കൽ ഒരു പ്രായമുള്ളൊരു സാറ് അധ്യാപകൻ പറഞ്ഞതാ, അച്ഛൻ ഞാൻ പള്ളി പൊതിയോത്തി വരുത്തില്ല. ഞാൻ പറഞ്ഞു എന്താ സാറേ? അച്ഛൻ എൻ്റെ കൊച്ചുമോൻ്റെ പ്രായമില്ലാത്ത പയ്യനാണ് ആകെ ബഹളം വെച്ച് എന്നോട് സംസാരിച്ചത്. ഞാനെന്തിനാച്ചാ വരുന്നത്? നാണക്കട. ഒരു പ്രതിപക്ഷ ബഹുമാനമില്ല. നമ്മുടെ പള്ളി പൊതിയോങ്ങളൊക്കെ കാണുമ്പോഴേ ചിലപ്പോൾ കർത്താവ് പള്ളിയിലുണ്ടോ എന്ന് സംശയം തോന്നും. ഇവിടെ ഒന്നും കാണാതെ, ഇവിടെ വല്ല നല്ല സ്നേഹത്തിലൊക്കെ പോകുന്നതെന്നാണ് എനിക്കുള്ള അറിവ്. പ്രായമുള്ളവരോട് ആദരവുണ്ടോ? പ്രായമുള്ളൊരു മനുഷ്യൻ പണ്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് കൊടുക്കും. ഇപ്പോഴോ പ്രായമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അതുവരെയും എല്ലാവരുടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് കരം കൂപ്പി, നാട്ടിലെ കാര്യമാണ്, കിഴക്കോട്ടൊരു പ്രാർത്ഥനയുണ്ട്, അല്ലെ സീറ്റ് കൊടുക്കേണ്ടി വരത്തില്ലേ? ഞാൻ പറയുന്നത് എന്നെ ബഹുമാനിക്കാനാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുതേ. ഞാൻ പട്ടമേറ്റത് ഒരു 25 വയസ്സ്, 26-ാമത്തെ വയസ്സിലാണ്. ഞാൻ അന്നേരം ഒരു കൊച്ചു പള്ളിയിലാണ് പോയത്. അവിടെ ഒരു 95 വയസ്സുള്ളൊരു അപ്പച്ചനുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ, ഓർത്തോണം കുപ്പായ വിട്ടങ്ങോട്ട് പള്ളിയിലോട്ട് ആദ്യമായിട്ട് പോവുക, എന്നെ കാണുമ്പോൾ എഴുന്നേക്കാൻ ശ്രമിക്കും വീട്ടിൽ ചെല്ലുമ്പോൾ. ഞാൻ പറയാം, എൻ്റെ അപ്പച്ച എന്നെ വിഷമിപ്പിക്കല്ലേ, പ്രയാസപ്പെടുത്തല്ലേ, അപ്പച്ചൻ്റെ കൊച്ചുമോൻ്റെ പ്രായം പോലും ഇല്ല, ദയവായിട്ട് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാലും പിന്നെ എഴുന്നേക്കാൻ ശ്രമിക്കും. ഞാൻ പിടിച്ചിരുത്തിയാൽ പോലും എനിക്കറിയില്ല, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. നമ്മളൊന്നുമില്ലെന്ന് തോന്നിപ്പോവും ആ വലിയ മനുഷ്യൻ്റെ മുമ്പിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 15 വർഷം കഴിഞ്ഞിട്ട് ഞാൻ മാവേലിക്കര മദ്രാസനത്തിലെ ഒരു കിഴക്കുള്ള പള്ളിയിലിരുന്നു. കുർബാന ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കറുത്തൂപ്പായിട്ടുണ്ട്, എൻ്റെ കൂടെ ശുശ്രൂഷനുണ്ട്, ധൂപക്കുറ്റിയൊക്കെ പിടിച്ചുകൊണ്ട് സെമിട്രിയിലേക്ക് പോകുക. സെമിട്രിക്ക് ഒരു അരമതിലാണ്, നടുക്കൊരു വഴി. 10ലും 11ലും 12ലും ഒക്കെ പിടിക്കുന്നവർ ഈ അരമതിലെ ഇരുന്നിട്ട് മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കയറി വരുന്നത് അവന്മാരെല്ലാം കണ്ടു, ഒറ്റ എണ്ണം മൈൻഡ് ചെയ്തില്ല. നിങ്ങളുടെ ഞാൻ വീണ്ടും പറയുകയാണ്, എന്നെ ബഹുമാനിക്കണമെന്ന് ഉദ്ദേശിച്ചു ഒരു ചെറിയ ചിന്ത പോലും വെച്ചല്ല ഞാൻ പറയുന്നത്. തൊട്ടടുത്ത ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ട മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ചില കുഞ്ഞുങ്ങളുടെ ബിഹേവിയറൊക്കെ കാണുമ്പോൾ വിഷമം തോന്നത്തില്ലേ? അച്ഛാ അവരുടെ അടുക്ക് പറഞ്ഞാൽ ശരിയാകത്തില്ലെന്നാണ് പറയുന്നത്. ശീലിപ്പിക്കാഞ്ഞിട്ടാണ്, ശീലമാണ് സ്വഭാവമായിട്ട് വരുന്നത്. ചില കുഞ്ഞുങ്ങൾ അന്നേരം TV റിമോട്ടും ഒക്കെ വെച്ചിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കും. ആരെങ്കിലും വന്നാൽ മൈൻഡ് ചെയ്യത്തില്ല. അവരുടെ അടുത്ത് റിമോട്ട് മേടിച്ചു കഴിഞ്ഞാൽ അവൻ ബഹളം ഉണ്ടാക്കും. അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ടാ. ചില പേരൻസ് പറയുന്നുണ്ട്, അച്ഛാ അവൻ്റെ മുറി പോലും കയറാൻ പറ്റത്തില്ല, എന്തെങ്കിലും ചോദിച്ചാൽ എടുത്തടിച്ചതുപോലെ മറുപടി നൽകുന്നത്. എന്തുകൊണ്ടാ? അങ്ങനെ ശീലിപ്പിക്കുന്നുണ്ടാ. പരസ്പരം ഒരു ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ടാകണ്ടേ. ഒരു കഥയുണ്ട്. ഒരച്ഛൻ ബസ്സിൽ കയറി, അപ്പോഴത്തേക്ക് ഒരു കൊച്ചൻ എഴുന്നേറ്റു. അച്ഛന് വലിയ സന്തോഷം തോന്നി, തമ്പുരാനെ ഇത്രയും നല്ല പയ്യനുണ്ടല്ലോ എന്നുള്ള മട്ടിൽ. അച്ഛൻ അവനെ പിടിച്ചിരുത്തി. അവൻ വീണ്ടും എഴുന്നേറ്റു. അച്ഛൻ വിചാരിച്ചു ഇത്രയും നല്ല ചെറുക്കനെ എഴുന്നേൽപ്പിച്ചിട്ട് ഏതായാലും ഇരിക്കുന്നില്ലെന്ന്. അവനെ വീണ്ടും പിടിച്ചിരുത്തി. 3-ാം പ്രാവശ്യം ചെറുക്കൻ കല്ല് തുള്ളിക്കൊണ്ടാണ് എഴുന്നേറ്റത്. ഇങ്ങനെ ആൾ കൊള്ളാമല്ലോ, എന്നെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കത്തില്ലല്ലോ.
കാലത്തിൻ്റെ മാറ്റം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശീലമൊക്കെ മാറി. ശീലിപ്പിക്കണം ചില കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ പേരൻസ് പറയുന്നതെന്നറിയാവോ, രാവിലെ കിടന്നങ്ങ് ഉറങ്ങുമെന്ന്, ഒരു എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ പള്ളിയിൽ താമസിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ പള്ളിയിൽ ഒരു 3 മാസം മുമ്പ് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ രാവിലെ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ദിവസം ഏതാണ്? കുഞ്ഞുങ്ങൾക്ക് കള്ളം പറയാൻ അറിയത്തില്ലല്ലോ. അവർ കോറസായിട്ട് പറഞ്ഞു, ഞായറാഴ്ച രാവിലെയാണ്. ബാക്കി എല്ലാ ദിവസവും വെറുതെ വെക്കത്തില്ല. നിങ്ങൾ ട്യൂഷന് പോകണം, സ്കൂളിൽ പോകണം, വെള്ളം തളിച്ചും കുടഞ്ഞും ഒക്കെ എഴുന്നേൽപ്പിക്കും. ഞായറാഴ്ച പിള്ളേർ കിടന്നുറങ്ങും. അവരെ എഴുന്നേൽപ്പിച്ചാൽ നിങ്ങൾക്ക് നേരത്തെ വരണ്ടേ, അതുകൊണ്ട് ഇച്ചിരൂടെ കിടന്നുറങ്ങട്ടെന്ന് നിങ്ങൾ ചിന്തിക്കും. ചില പള്ളികളിൽ സൺഡേ സ്കൂളിൽ മാത്രം കുഞ്ഞുങ്ങളെ വിടുന്ന രീതിയുണ്ട്. എവിടുന്ന് പഠിച്ചത് അത്? ഒന്ന് ആലോചിച്ച് നോക്കി. കുഞ്ഞുങ്ങൾ പിന്നെ പള്ളിയോട് എങ്ങനെ ചേർന്ന് നിൽക്കും? ആരാധനയോട് എങ്ങനെ ചേർന്ന് നിൽക്കും? ശരിക്കും പേരൻസ് ചിന്തിക്കണം, ശരിക്കും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വിശ്വാസത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മുടെ വിശ്വാസത്തെ പറ്റി സംശയം നമുക്ക് പലർക്കും ഉണ്ട്. ഈ പൈതൃകമായ വിശ്വാസം, ഇത് പഴയ വിശ്വാസമാണ്. ന്യൂജൻ സഭകളുണ്ടല്ലോ, എന്ത് ഈസിയാ, നിമിഷ നേരം കൊണ്ട് പാട്ടും പ്രാർത്ഥനയും ആരാധനയും പെട്ടെന്നെല്ലാം കഴിയും. സുഖമല്ലേ ഇത്? ഇത്രയും നേരം നിൽക്കണം, എന്തൊരു കഷ്ടപ്പാടാണ് ഇത്. അതുകൊണ്ട് നമ്മൾ ചില ആളുകൾ എന്താണെന്നറിയാമോ, ഇന്നലെ പൊങ്ങി വന്ന സഭകളുടെ പിന്നാലെ പോവുക, ഒരു പടിയില്ല. ഇവിടെ ഈ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം മലയാളികളുടെ ഇടയിൽ വന്നിട്ട് 200 വർഷമേ ആയിട്ടുള്ളൂ. ന്യൂജൻ സഭകൾ വന്നിട്ട് 20-25 വർഷമായി കാണും. അതിനു മുൻപോ നമ്മുടെ പൂർവ്വപിതാക്കളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, മാതാപിതാക്കളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ അത്രയും വേദപുസ്തകം അറിയത്തില്ലായിരുന്നു, നമ്മുടെ അത്രയും പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു, നമ്മുടെ അത്രയും വാചാപ്രാർത്ഥന അറിയത്തില്ലായിരുന്നു, നമ്മുടെ അത്രയും നേതൃത്വ ശീലമില്ലായിരുന്നു, നമ്മുടെ അത്രയും അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. പക്ഷേ അതുമാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിലും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, അതിൻ്റെ നടുവിലും ഈ സഭയുടെ വിശ്വാസം അതിനപ്പുറം ഒരു ചിന്ത അവർക്കില്ലായിരുന്നു. ഒരു വാചാപ്രാർത്ഥനയില്ലായിരുന്നു. കഠിന വേദനയുടെ സമയത്തും ഞങ്ങൾക്കുള്ള കർത്താവും യാമപ്രാർത്ഥനയും കുമ്പിടിയിലും നോമ്പും ഒക്കെയായിരുന്നു അവരുടെ ബലം. ഒരിടത്തും പോയില്ല. അവരെക്കാൾ എത്ര ഭേദപ്പെട്ടവരാ, അത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നുമില്ല. എന്നിട്ടും ആലോചിച്ച് നോക്കിക്കോണം, പൂർവ്വപിതാക്കൾ നിലനിർത്തിക്കൊണ്ടുവന്ന സഭയുടെ സത്യവിശ്വാസം. ഇത്രയും കാലമായിട്ടുള്ളല്ലോ ന്യൂജൻ സഭകൾ ഉണ്ടായിട്ടുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ചരിത്രം മുഴുവൻ പറയുന്നുണ്ട്. അതെല്ലാം വിട്ടിട്ട് ഇന്ന് മറ്റൊരു സഭയുടെ പിന്നാലെ പോകുമ്പോഴേ നമ്മുടെ വിശ്വാസം എന്നെ വിശ്വാസം. അവരിരുന്ന് പ്രാർത്ഥിച്ചതും അവരിരുന്ന് ബലപ്പെട്ടതും നമ്മുടെ പള്ളികളിലെ ആരാധനയിലൂടെയാണ്. ഇത്ര ആത്മശരീര മനസ്സുകളെ ശുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന അനുഭവം ഏതാ വേറെയുള്ളത്? ഇന്ന് നമുക്ക് പ്രോസ്പെരിറ്റി തിയോളജി മതി. പെന്തിക്കോസ്ത് പ്രസ്ഥാനം പോലും നിങ്ങൾ ഓർത്തോണം, ഇന്നത്തെ പ്രോസ്പെരിറ്റി തിയോളജിയെ പറ്റി അവരുടെ ഒഫീഷ്യൽ, അതായത് അംഗീകൃതമായ സഭകളെല്ലാം എതിർത്തു പറയുക. പേരെടുത്ത് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നത് വണ്ടിയുടെ നമ്പർ പറഞ്ഞ് ഇതെല്ലാം തന്ത്രമാണ്, കപടമാണെന്ന് പറയുക. നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മാർത്തോമാ സഭ ഇപ്പം വലിയ നോമ്പിൽ നോമ്പും പ്രാർത്ഥനയും നടത്തുക. ഒരു 10 വർഷമായിട്ടുള്ളൂ അത് കൃത്യമായിട്ട് അവർ തുടങ്ങിയിട്ട്. എൻ്റെ വീടിൻ്റെ അടുക്കൽ മാർത്തോമാ പള്ളിയാണ്. വലിയ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ സന്ധ്യപ്രാർത്ഥനയുണ്ട്. നമുക്കിപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ ചിലർക്ക് ഓർത്തോണം, ഈവൻ പ്രൊട്ടസ്റ്റന്റ് സഭകൾ പോലും തിരിച്ച് പൈതൃക വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളിൽ ചിലർ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞു പോവുക. എൻ്റെ വീടിൻ്റെ അടുക്കൽ നടന്നൊരു സംഭവം, ആൻറ്റി ക്യാൻസർ ബാധിതയാണ്. അപ്പം ഞാനും എൻ്റെ വൈഫോട് ആൻറ്റിയെ കാണാനായിട്ട് സന്ധ്യാസമയത്ത് പോയി. സന്ധ്യാസമയത്ത് പോയപ്പോഴവിടെ പ്രാർത്ഥന നടക്കുക. അപ്പം അതുകൊണ്ട് അവരെ ശല്യപ്പെടുത്തരുതെന്ന് ചിന്തിച്ചു. ഞങ്ങൾ ആ വീടിനോട് ചേർന്ന് നിന്നപ്പോഴത്തേക്ക് കേട്ട പ്രാർത്ഥന ഏതാണെന്നറിയാമോ? ഞങ്ങൾക്കുള്ള കർത്താവെ, ഞാനിക്ക് നിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ എന്ന് തിരുമുൻപിൽ നിൽപ്പാൻ എനിക്ക് നൽകണം. എനിക്ക് അത്ഭുതവും അതിശയം തോന്നി. പെന്തിക്കോസ് വീട്ടിൽ നിന്ന് ഞങ്ങൾക്കുള്ള കർത്താവെ കേൾക്കുന്നു. 10-30 വർഷം മുമ്പ് ആ വീട്ടുകാർ നമ്മുടെ സഭയിൽ നിന്ന് പെന്തിക്കോസ് വിശ്വാസത്തിലേക്ക് പോയവരാ. പക്ഷെ അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി ഇട്ടേച്ച് പോയവരാ. ഇപ്പം ഞങ്ങൾക്കുള്ള കർത്താവെ ഇല്ലുക. അപ്പം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ ബെല്ലടിച്ചു, കതവ് തുറന്നു. അങ്കിൾ ആൻറ്റി എടുക്ക കൊണ്ടുപോയി. അപ്പം ആൻറ്റി എടുക്കൽ ഞാൻ രോഗത്തിൻ്റെ വിവരമല്ല ആദ്യം ചോദിച്ചത്, ആൻറ്റി തിരിച്ചു വരാനുള്ള പ്ലാനാണല്ലോ എന്ന് ചോദിച്ചു. ഇല്ലച്ചാ, തിരിച്ചു വരുന്ന പരിപാടിയൊന്നുമില്ല.
ഞാൻ പറഞ്ഞു ഞങ്ങൾക്കുള്ള കർത്താവെയൊക്കെ കേട്ടല്ലോ. അപ്പം പറഞ്ഞ അച്ഛാ എനിക്ക് തീരെ വയ്യ, രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, നല്ല വേദനയാണ്. അപ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ അപ്പ എൻ്റെ അടുക്ക് എപ്പോഴും പറയായിരുന്നു, കുഞ്ഞെ ഉറക്കം വന്നില്ലെങ്കിൽ വേദനയോ പ്രയാസമൊക്കെ ആണെങ്കിൽ ഈ ശയനഗീതം അങ്ങ് ചൊല്ലിയാൽ മതി, അപ്രേമിൻ്റെ ബൗസോ ഞങ്ങൾക്കുള്ള കർത്താവെ അങ്ങ് ചൊല്ലിയാൽ മതി, നിനക്ക് ഉറക്കം കിട്ടും. ഒരു ദിവസം ഞാൻ പുസ്തകം കണ്ടുപിടിച്ച് പുസ്തകം ഇടുന്ന പിടിച്ച് ഇങ്ങനെ ഈ ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലി. എനിക്കറിയില്ല അച്ഛാ, അന്ന് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഇന്നെന്നും എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലു അച്ഛാ. പെന്തിക്കോസുകാർ ഞങ്ങൾക്കുള്ള കർത്താവെ ചൊല്ലുക, നമ്മൾ മാത്തം മലന്നെന്ന് പറഞ്ഞ് കിടക്കുക. കരഞ്ഞു പോകുന്ന ചില നിമിഷങ്ങളില്ലേ, നമുക്ക് ഈ സഭയുടെ വിശ്വാസം, ഇതിൻ്റെ ശ്രേഷ്ഠത, ഇതിൻ്റെ മഹത്വം നമുക്കറിയില്ല. മാറിപ്പോയ തിരിഞ്ഞുപോയ പ്രൊട്ടസ്റ്റന്റ് സഭകൾ നമ്മുടെ ചില രീതികൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. 4:13 വാക്യം. പതിമൂന്നാണ് 12ആണ്? 12 വാക്യം. 12 താഴ്വര വാതിൽ, വാലി ഗേറ്റ്. ഈ വാതിൽ ഹിന്നോൻ താഴ്വരയിലേക്കാണ് തുറക്കുന്നത്. മണ്ണൊലിപ്പ് മൂലം ആഴത്തിലും ദൂരത്തിലുമുണ്ടായ താഴ്വരയാണ് ഹിന്നോൻ താഴ്വര. കുറ്റക്കൂരിരുട്ടാണ്. യാത്ര ചെയ്യുമ്പോൾ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോവും, ഒറ്റപ്പെട്ടു പോവും, ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകും, മുന്നോട്ടുള്ള വഴി മുഴുവനും അവ്യക്തതയാകും, ഇരുളടഞ്ഞതായിട്ട് മാറും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ യാത്ര നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. ഇത് സന്തോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും നേട്ടങ്ങളുടെയും ഉയർച്ചകളുടെയും വളർച്ചകളുടെയും കുന്നുകൾ മാത്രമല്ല, വേദനകളുടെയും ശോധനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും അവ്യക്തതയുടെയും താഴ്വര കൂടെയാണ്. സന്തോഷത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഭാഗം മാത്രമല്ല ജീവിതം. വിഷമങ്ങളും പ്രയാസങ്ങളും ഒറ്റപ്പെടലും ബുദ്ധിമുട്ടലും എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ ചിലർ പറയും, എൻ്റെ ജീവിതത്തിൽ മാത്രമാണല്ലോ ഈ വിഷമം, ഒറ്റപ്പെടൽ, ഈ പ്രയാസം, എത്ര കാലമായി, ഇതൊന്നും തീരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിലർ പറയും. നിങ്ങൾക്ക് ആരുടെയും ജീവിതം അറിയാഞ്ഞിട്ടാ, ആരുടെയും ജീവിതം അറിയാഞ്ഞിട്ടാ. ഓരോ ജീവിതം ഒന്ന് എടുത്തു നോക്കി, ഓരോ മനുഷ്യർക്കും അവർക്ക് അവരവരുടേതായ താഴ്വരയുണ്ട്. ഓരോ മനുഷ്യർക്കും അത് വ്യത്യസ്തങ്ങളായിരിക്കാം. ചിലപ്പോഴും മക്കളെ പറ്റിയുള്ള ആശങ്കകളായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലപ്പം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ആയിരിക്കാം, ചിലപ്പം തൊഴിലിടങ്ങളിലെ സമ്മർദ്ദങ്ങളായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ചിലപ്പോൾ പ്രിയപ്പെട്ടവർ ഇടറിപ്പോയതായിരിക്കാം, ചിലപ്പോൾ മക്കളുടെ വിവാഹം നടക്കാത്തതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ മക്കളില്ലാത്തതിൻ്റെ ആയിരിക്കാം. താഴ്വരയില്ലാത്ത മനുഷ്യരാരാ ഉള്ളത്? ഒന്ന് കണ്ണും പൂട്ടി ചിന്തിച്ചു നോക്കിയേ. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു താഴ്വരയുണ്ട്, എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ. അഥവാ ഇല്ലെങ്കിൽ അഭിമാനിക്കാൻ ഒന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഒരു താഴ്വരയിലൂടെ നാം കടന്നു പോകേണ്ടതായിട്ട് വരും. പണ്ട് ജീവിതത്തിൻ്റെ ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങൾ നമുക്കത്ര തളർച്ച നൽകിയിട്ടില്ല. കാരണം നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു, ചേർത്ത് പിടിക്കാൻ, ധൈര്യപ്പെടുത്താൻ, ബലപ്പെടുത്താൻ. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ വിഷമങ്ങൾ ഇനി എന്തുമായിക്കൊള്ളട്ടെ, എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളെ ചങ്കോട് ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്കത് വിഷമമായിട്ട് തോന്നില്ല. ഞാൻ പറയാം, ഇനി ഒരു സുപ്രഭാതത്തിൽ ഡോക്ടർ പറഞ്ഞു അർബുദമാണ്, പോക്ക കേസ്. വീട്ടിലോട്ട് ഇങ്ങനെ കരഞ്ഞു കലങ്ങി കണ്ണുമായിട്ട് വരുമ്പോൾ ഭാര്യ ചേർത്ത് പിടിച്ചിട്ട് പറയുക, എന്തിനാ മനുഷ്യ വിഷമിക്കുന്നേ,
ഞാനില്ലേ? നമ്മുടെ അസുഖം മാറിയിട്ടില്ല, പകുതി കുറഞ്ഞു കാണും. കുഞ്ഞുങ്ങൾ നിലവിളിച്ച് പറയുക, അപ്പേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ അപ്പേ, ദൈവം പ്രാർത്ഥന കേൾക്കില്ലേ? ആ മനുഷ്യൻ രോഗം എങ്ങോ മുക്കാലും പോയിട്ടുണ്ട്. കടം കയറി നിൽക്കുന്ന സമയം, ഇനിയും ഒന്നുമില്ല, എല്ലാം പോയി എന്ന് ചിന്തിച്ച സമയം, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത് എങ്ങനെയോ അറിഞ്ഞു. അയാൾ നിങ്ങളെ വിളിക്കുക, എടാ പൊട്ട എന്തിനാ വിഷമിക്കുന്നത്, ഞാനില്ലേ കൂടെ. അയാൾ പണം നിങ്ങൾക്ക് തന്നുപോലുമില്ല. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനുണ്ട്, ഒരു ബലമുണ്ട്. വലിയ സംഘർഷത്തിലാകുമ്പോൾ നമ്മുടെ ചുറ്റും നമുക്ക് വേണ്ടിയുള്ള ചില മനുഷ്യരില്ലേ, അവർ പറയുന്നുണ്ട്, എന്തിനാ വിഷമിക്കുന്നത്, ഞങ്ങൾ ഇന്നും കണ്ണ് നിറഞ്ഞാ പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ വിഷയം ഒന്നും ഓർത്തില്ല, നിങ്ങളുടെ വിഷയമായിരുന്നു മുഴുവൻ. നമുക്ക് എന്തൊരു ധൈര്യം, എന്തൊരു പ്രൊട്ടക്ഷനാ. അങ്ങനെയുള്ളവർ ഇന്ന് കുറഞ്ഞു തുടങ്ങുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹനങ്ങൾ സങ്കടക്കടലായിട്ട് മാറുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമ്മൾ ഒറ്റപ്പെടുക. ജീവിതത്തിൻ്റെ ചില വിഷമങ്ങളിൽ പങ്കാളി മനസ്സിലാക്കുന്നില്ല. ചില പാളിച്ച വന്നപ്പോഴത്തേക്ക് അപ്പം വരുത്തി വെച്ചതല്ലേ അനുഭവിച്ചോ എന്ന് പറയുന്ന മക്കൾ, ചേർന്ന് നിൽക്കേണ്ട സ്നേഹിതർ മാറി നിന്ന് കുറ്റം പറയുകയാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമെന്ന് ചിന്തിച്ച ആത്മീക സമൂഹം പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്, എന്നിട്ട് അവിടെ ഇവിടെ നിന്ന് വട്ടം നിന്ന് പറയുക, എങ്ങനെ വരാതിരിക്കും, അവളുടെ കയ്യിലിരിപ്പ് നമുക്കറിയത്തില്ല. അത് നമ്മുടെ ചെവി കേൾക്കുക, തകർന്നു പോകില്ലേ? വേദപുസ്തകത്തിലെ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കരയുന്ന എന്തുകൊണ്ടാണ്? സാമ്പത്തികമായും ശാരീരികമായും മാനസികമായിട്ട് തകർന്ന ഒരു മനുഷ്യൻ്റെ കഥ കൊണ്ടാണ് അല്ല. യോബിൻ്റെ പുസ്തകം ഞാൻ പറയുന്നത്. പിന്നെന്തുകൊണ്ടാ? കേൾക്കാൻ ആരുമില്ലാത്ത, മനസ്സിലാക്കാൻ ആരുമില്ലാത്ത, ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ ആത്മനൊമ്പരം കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെയൊക്കെ 100 നേരിട്ട മനുഷ്യനായി മനുഷ്യൻ. സ്വത്തുക്കളൊക്കെ അന്യാധീനപ്പെട്ടപ്പം പറഞ്ഞ് ദൈവം തന്ന് ദൈവം എടുത്തെന്ന്. ഭാര്യ പറഞ്ഞു ഞാൻ ഇട്ടേച്ച് പോകാൻ പോവാന്ന് പറഞ്ഞു. പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കാടി. പക്ഷെ യോബിൻ്റെ ഏറ്റവും വലിയ ബലം എന്തായിരുന്നു അറിയാം? 3 സ്നേഹിതരുണ്ടായിരുന്നു, എലീഫസ്, ബിൽദാദ്, സോഫർ. അവരെ ചങ്കോട് ചേർത്ത് പിടിച്ച് നടന്ന മനുഷ്യനാണ്. അപ്പം അവർ തന്നെ മനസ്സിലാക്കുമെന്നാണ് യോബ് എപ്പോഴും ചിന്തിച്ചത്. വിഷമം യോബിനും നഷ്ടമൊന്നും ഒരു പ്രയാസമില്ലായിരുന്നു. മക്കളും മരുമക്കളും മരിച്ചതുപോലും അയാളെ തകർത്തില്ല. പക്ഷെ ഈ 3 സ്നേഹിതർ യോബിൻ്റെ അടുക്ക വന്നു, യോബിനോടൊപ്പം ചേർന്നിരുന്നു, കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നിട്ട് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങി, എന്താണെന്നറിയാമോ? ദൈവം നീതിമാനാ, ദോഷമൊന്നും ചെയ്യത്തില്ല. അപ്പം നിനക്ക് ദോഷം വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ട്, നിന്റെ തെറ്റ് നിമിത്തമാ നിനക്കിത് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ യോബിനോട് വാദിക്കാൻ തുടങ്ങുക. യോബ് പറയുക, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഞാൻ ആരെയാ സഹായിക്കാതിരുന്നത് എന്ന് പറഞ്ഞിങ്ങനെ കരയുകയാണ്. എന്നിട്ട് അവസാനം യോബ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്നുവെന്ന് കേൾക്ക്. എന്നിട്ട് ദൈവത്തോട് തന്നെ യോബ് പറയുന്നുണ്ട്, ദൈവമേ എൻ്റെ വ്യസനം നീ തൂക്കി നോക്കിയാൽ കടൽക്കരയിലെ മണല് പോലാന്ന്. ഓർത്തോണം, പെരുവിരൽ മുതൽ തലവരെ വ്രണങ്ങൾ നിറഞ്ഞപ്പോഴും, മക്കളും മരുമക്കളും മരിച്ചപ്പോഴും, ഭാര്യ ഉപേക്ഷിച്ചപ്പോഴും, സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടപ്പോഴും ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞില്ല. 3 സ്നേഹിതന്മാർ മനസ്സിലാക്കാതെ മാറിയിരുന്നു കുറ്റം പറഞ്ഞപ്പോൾ യോബ് പറയുകയാണ്, എൻ്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയാൽ അത് കടൽക്കരയിലെ മണല് പോലാണെന്ന്. പ്രിയമുള്ളവരെ, അന്നും ഇന്നും നമുക്ക് വിഷമം തരുന്നത് നമ്മുടെ പ്രശ്നങ്ങളല്ല, അതിനപ്പുറം നമ്മളോടൊപ്പമുള്ളവർ അകന്നു മാറുന്നതാണ്. എനിക്കൊരു സാധു സ്ത്രീയെ, ഒരു ആമിന എന്ന് പറഞ്ഞൊരു സ്ത്രീയെ അറിയാം. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് കാരുണ്യ ഗൈഡൻസ് സെൻറ്ററിൽ നിന്ന ആളാണ്. അപ്പോൾ ആമിന മലപ്പുറത്തു നിന്നാണ് വന്നത്, ബോൺ ക്യാൻസറായിട്ടാണ് വന്നത്. ഞാൻ സെമിനാരി പഠിക്കുന്നതിന് മുമ്പല്ലേ ഒരു പ്രാവശ്യം അവരുടെ ദുരിത കഥകളെല്ലാം കേട്ടിട്ട് അവസാനം ആ സ്ത്രീ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെയാണ്, കുഞ്ഞെ ശരിക്കും എൻ്റെ കാലിനല്ല ക്യാൻസർ, എൻ്റെ കരളിനാണെന്ന്. ഞാനിങ്ങനെ സംശയിച്ച് നിന്നപ്പോഴത്തേക്ക് അവർ പറയുകയാണ്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലി. ആമിന പറയുകയാണ്, എൻ്റെ കാലിനല്ല ക്യാൻസർ, എൻ്റെ കരളിനാണ്. RCCയുടെ വാർഡുകളിൽ
2 കൊച്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധയായ മാതാവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആമിനെ കണ്ടാൽ ആരുടെയും കണ്ണ് നിറഞ്ഞു പോകും. ആമിനെ പറയാതെ പറയുന്നത് ഇങ്ങനെ: എന്നെ ചേർത്ത് പിടിക്കാൻ അയാളുണ്ടായിരുന്നെങ്കിൽ ഞാനിതെല്ലാം 100 നേരിട്ടേനെ. താഴ്വരവാതിൽ ഒറ്റപ്പെടും പ്രിയമുള്ളവരെ. ആരും നിങ്ങളുടെ പ്രശ്നം കേൾക്കില്ലായിരിക്കും, ആരും നിങ്ങളെ ചേർത്ത് പിടിക്കില്ലായിരിക്കും. പക്ഷെ താഴ്വരവാതിൽ ഏറ്റവും വലിയൊരു ബലമുണ്ട്. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. 2-3 ആവർത്തി ഇങ്ങനെ വിഷമിക്കുമ്പോഴേ കരം കൂപ്പി ഒന്ന് പറയണം: കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. ഈ വേദപുസ്തകം നിങ്ങളെ ഫ്രം ദ ജെനസിസ് ടു ദ റെവലേഷൻ ഒന്ന് പഠിക്കണം. ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഞാൻ കൂടുണ്ട്. ലോകം മുഴുവൻ പറയുക കൂടില്ല. ദൈവം പറയുക ഓരോ ചാപ്റ്റർ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, കൂടുണ്ട്. ഏദനിൽ ആദമിനും ഹവ്വയോടും ഒപ്പം നടന്ന ദൈവം പ്രവചന ഗ്രന്ഥങ്ങളിൽ പറയുകയാണ്: ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ച യഹോവ അരുളി ചെയ്യുന്നു, നീ വെള്ളത്തിലൂടെ കിടന്നാൽ വെള്ളം നിന്റെ മീതെ കവിയുകയില്ല, അഗ്നിയിലൂടെ നീ കടക്കും, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ കൂടുണ്ട്. വെളിപാട് പുസ്തകത്തിലോ 20-ാം അധ്യായം വരെ ദുഃഖവും ദുരിതവും 21-ാം അധ്യായത്തിൽ പറയുക: ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഞാൻ ഇനി നിങ്ങളെ ചലഞ്ച് ചെയ്യുക. നിങ്ങൾ ദൈവത്തെ കണ്ടത് എപ്പോഴാ? നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ദൈവത്തെ കണ്ടത് എപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയത്താണോ? നേട്ടങ്ങളുടെ സമയത്താണോ? ഭൗതിക അനുഗ്രഹങ്ങളുടെ സമയത്താണോ? ദൈവത്തിനൊരു നന്ദി പറഞ്ഞു കാണുമായിരിക്കും നിങ്ങൾ ദൈവത്തെ കണ്ടതെല്ലാം നിങ്ങളുടെ സഹനങ്ങളുടെ കയങ്ങളിലാണ്. യാതൊരു സംശയമില്ല. എന്താ യോബ് പറയുന്നുണ്ട്, ദൈവമേ, അവസാന ഭാഗം എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ക്ലാസിക്കായിട്ടുള്ള വാക്യം: ദൈവമേ, നിന്നെപ്പറ്റി ഒരു കേൾവിയെ ഞാൻ കേട്ടുള്ളായിരുന്നു, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ കാണുന്നു എന്ന് പറയുക. എൻ്റെ കണ്ണാൽ കാണുന്നു, എൻ്റെ മുമ്പ് ഞാൻ കാണുന്നു എന്ന് പറയുക. പ്രിയമുള്ളവരെ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നിങ്ങളുടെ തോളിൽ തട്ടിയിട്ടില്ലേ? ഈ വേദപുസ്തകം തുറന്ന് ചില വാക്യങ്ങളൊക്കെ എടുത്ത് ആശിക്കാനൊന്നുമില്ലാതിരുന്നപ്പോഴത്തേക്ക് വേദപുസ്തകത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തെ കണ്ടിട്ടില്ലേ? ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദൈവം കൂടുണ്ട്. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ നേട്ടങ്ങളിലല്ല നിങ്ങൾ ദൈവത്തെ കണ്ടത്, നിങ്ങളുടെ അനുഗ്രഹങ്ങളിലല്ല നിങ്ങൾ ദൈവത്തെ കണ്ടത്, നിങ്ങളുടെ സഹനങ്ങളുടെ കയത്തിലാണ് നിങ്ങൾ ദൈവത്തെ കണ്ടത്. യാതൊരു സംശയമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വിഷമം, ഒത്തിരി സാധാരണ ജീവിത വിഷമങ്ങളിലൂടെ കടന്നുപോയ ഒരു ആളാണ് ഞാൻ. എൻ്റെ വിഷമം ഞാനൊരു സാക്ഷ്യം കണക്ക് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചിലരൊക്കെ കേട്ട് കാണുമായിരിക്കാം. 38 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ ക്യാൻസറായിട്ട് മരിച്ച ആളാണ്. അതല്ല മക്കൾ ഞങ്ങളെ തളർത്തിക്കളഞ്ഞത്. അച്ഛൻ മരിച്ചതിന് ശേഷം 2 മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ മെൻ്റലി ഡിപ്രസ്ഡായി. മെൻ്റലി ഡിപ്രസ്ഡ് എന്നല്ല പറയേണ്ടത്, ഒരു മാനസിക രോഗിയെപ്പോലായി. അച്ഛൻ മരിച്ചത് അമ്മയ്ക്കൊരു ഷോക്കായിപ്പോയി. ഒരു എസ്കേപ്പിസം പോലെ മാറിയതാണ്. കാരണം ഇനി വീടിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കണമല്ലോ എന്നുള്ളത്. ക്യാൻസർ സെക്കൻഡറി ആയി, മരിക്കുമെന്ന് അമ്മയ്ക്കറിയാം. പക്ഷെ മരിച്ചു എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായതായിരിക്കാം അങ്ങനെ ആയത്. അമ്മ ഞങ്ങളുടെ പള്ളിയിലെ മർത്തുമറി സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പള്ളിക്കാര്യങ്ങളിലൊക്കെ ഓടി നടന്ന ആളാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ ജീവൻ കളഞ്ഞ് എവിടെ വേണേലും നടക്കും, യാതൊരു സംശയമില്ല. പക്ഷെ അതിനപ്പുറം വീടിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല. അതെല്ലാം എൻ്റെ അച്ഛനായിരുന്നു ചെയ്തിരുന്നത്. അതൊക്കെ ആയിരിക്കാം ഇങ്ങനൊരു ട്രോമ പോലായത്. പിന്നെ അമ്മ പള്ളിയിൽ പോയിട്ടില്ല, വീടിന് പുറത്തിറങ്ങില്ല, മുറിക്കകത്ത് തന്നെ ഇരിക്കും. പ്രാർത്ഥനയെന്ന് പറഞ്ഞതൊരു നടന്നൊരു സ്ത്രീ പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. മുറിക്ക് പുറത്തിറങ്ങുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. ഒരിക്കൽ പോലും ഞങ്ങളെ വിഷമിപ്പിക്കാത്ത അമ്മ ആ സമയത്ത് ഞങ്ങളെ പ്രയാസപ്പെടുത്തിയതിനും ബുദ്ധിമുട്ടിച്ചതിനും കയ്യും കണക്കുമില്ല.
എത്രമാത്രം ഞങ്ങളെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓർത്തോണം, ഒരു സൈഡിൽ അച്ഛൻ മരിച്ചു, മറു സൈഡിൽ അമ്മ. ഇങ്ങനെ മക്കളുടെ ജീവിതത്തിന് പിന്നെ എന്താ ആശയമുള്ളത്? എൻ്റെ അച്ഛന് ഇലക്ട്രിസിറ്റി ഡിഫൻസിലായിരുന്നു, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ ഫാമിലി പെൻഷൻ്റെ പേപ്പറുകളൊക്കെ റെഡിയാക്കണം. അമ്മ ഒരിടവും പോയില്ലല്ലോ. എൻ്റെ മൂത്ത സഹോദരിയാണ് എല്ലാം ചെയ്തത്. പേപ്പറുകളെല്ലാം റെഡിയാക്കി, അമ്മയുടെ സിഗ്നേച്ചർ വേണം, എല്ലാത്തിനുമായിട്ട് വളരെ സ്നേഹത്തോടെ അമ്മ എടുക്ക ചെന്നു. അമ്മ അത് മേടിച്ചു, ഒന്ന് നോക്കി, അവളെ ഒന്ന് നോക്കി, എന്നിട്ട് ചുരുട്ടി കൂട്ടി വലിച്ച് അവളുടെ ദേഹത്തേക്ക് വലിച്ചെറിഞ്ഞു. അവൾ വാവിട്ട് കരഞ്ഞു. എത്ര കഷ്ടപ്പെട്ടാണെന്നറിയാവോ എൻ്റെ സഹോദരി അതെല്ലാം ചെയ്തത്? വാവിട്ട് കരഞ്ഞു. താഴെ പ്രായമുള്ള ഞങ്ങൾ കൂടെ കരയുകയല്ലാതെ എന്നാ ചെയ്യാനാണ്? ഈ വിഷമമൊന്നും അധികം ആരോടും പറഞ്ഞിട്ടില്ല. ഗുരുതുല്യനായ ഒരു TC ജോണച്ചൻ അറിയാം, അച്ഛൻ മരിച്ചുപോയി. പിന്നെ MK മത്തായച്ചന് കുറച്ചറിയാം. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി ദൂരസ്ഥലത്ത് നിന്ന് വന്ന് ഞങ്ങളോടൊപ്പം താമസിച്ച് ഉപവാസം എടുക്കുക അമ്മയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി. പക്ഷെ ഒരു തരത്തിലും മാറുന്നില്ല. എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, സാമ്പത്തിക കാര്യം നമുക്ക് ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ മാനസിക രോഗിയായ ഒരു അമ്മയുടെ പെൺമക്കളെ ആ വിവാഹം കഴിക്കാൻ ഒത്തിരി വിഷമിച്ചു, ഒത്തിരി പ്രയാസപ്പെട്ടു. ജീവിതം ഇനി ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോവും എന്ന് മാത്രം ചിന്തിച്ച മക്കൾ. എൻ്റെ ജ്യേഷ്ഠൻ ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഇല്ലതാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഒരു സാക്ഷ്യം കണക്ക് പറയുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് ആശിക്കാനുള്ളത് ദൈവം മാത്രമാണ്. കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള നിമിഷമില്ല, ഇത്രയും വേദപുസ്തകം എടുത്ത് വായിച്ചിട്ടുള്ള നിമിഷവും ഇല്ല. പക്ഷേ ഞാൻ നിങ്ങളുടെയൊക്കെ സാക്ഷ്യം കണക്ക് പറയുക, അന്ന് പ്രാർത്ഥിക്കുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും ഒക്കെ അറിയാതെ ആരോ കൈ പിടിക്കുന്നത്, എൻ്റെ തോന്നലായിരിക്കാതെ പിടിക്കുന്ന പോലെ, കുഞ്ഞെ ഞാനുണ്ട്, നിങ്ങൾക്കാരുമില്ല, ഞാനുണ്ട്. വേദപുസ്തകം വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ ദൈവം നമ്മളോട് പറയുന്ന പോലെ തോന്നുമായിരുന്നു. ദൈവം നമ്മളോട് പറയുന്നത് പോലെ. പ്രിയമുള്ളവരെ, എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എൻ്റെ അച്ഛൻ്റെ 1ാമത്തെ ചരമവാർഷികത്തിന് 2 ആഴ്ച മുൻപ് എൻ്റെ അമ്മ സാധാരണഗതിയിലായി. സാധാരണഗതിയിൽ നല്ല പറയേണ്ടത്, പണ്ടൊക്കെ എങ്ങനെയോ അതിനേക്കാൾ തീഷ്ണതയോട് ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ആ സ്ത്രീ പറയുക, മക്കളൊക്കെ പറയുക, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ഞങ്ങൾ ഞെട്ടിപ്പോയി. പിന്നെ എൻ്റെ അമ്മ വീണ്ടും പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ സെക്രട്ടറിയായി ഓടി നടന്നു. പിന്നെ എൻ്റെ 2 സഹോദരിമാരുടെ വിവാഹം എൻ്റെ അമ്മയാണ് നടത്തിയത്. ഞാൻ ഇന്നും ഓർക്കുന്നു, എന്നെ സെമിനാരിയിൽ കൊണ്ട് ജോഷുവാച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഞാൻ ശമാശനായെങ്കിൽ, ഞാൻ വിവാഹം കഴിച്ചെങ്കിൽ, ഞാൻ വൈദികനായെങ്കിൽ, ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ ദൈവം കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 1-2 വർഷത്തോളം തളർന്നു കിടന്നു. അവസാന സമയത്ത് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, എന്തൊരു ദൈവബോധ്യത്തോടാണെന്നറിയാം ആ സ്ത്രീ കടന്നുപോയത്. എന്തൊരു ദൈവബോധ്യത്തോട്. ഓർമ്മയില്ലാത്ത സമയം ഞാനിപ്പോഴും ഓർക്കുന്നു. രാത്രിയിലൊക്കെ ഞാൻ എവിടെയെങ്കിലും പ്രസംഗത്തിനും എന്തിനെങ്കിലും പോയിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരിക്കും. അപ്പം ഞാൻ ചെന്നു കയ്യിലൊക്കെ ഒന്ന് പിടിച്ചു, ഒന്ന് തടകി, അത് കഴിഞ്ഞിട്ട് മുറിക്ക് പുറത്തിറങ്ങും. പിന്നെ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഓർത്തോണം, ബോധമില്ലാത്ത സമയത്തും ആ സ്ത്രീ തിരിഞ്ഞും മറിഞ്ഞും കിടന്നത് ദൈവമേ എൻ്റെ കുഞ്ഞ് വന്നില്ലല്ലോ എന്ന് കരുതിയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറയട്ടെ, ദൈവത്തെ ശരിക്കും കണ്ട നിമിഷമാണ്. അതുപോലെ ഞാൻ ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. ഇതെൻ്റെ അനുഭവമല്ല, ഇവിടെ ഇരിക്കുന്ന പലരുടെ അനുഭവമല്ലേ പ്രിയമുള്ളവരെ. നിങ്ങൾ ദൈവത്തെ കണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളുടെ സമയത്താണോ? ഒന്നുമല്ല. ആരുമില്ലാതെ ഇനിയും ജീവിതം കട്ടപ്പുകയാണെന്ന് ചിന്തിച്ചപ്പോഴത്തേക്ക് തമ്പുരാൻ ഇങ്ങനെ അടങ്കം ചേർത്ത് പിടിക്കുക. ഒത്തിരി വിഷമം വരുമ്പോൾ നമ്മൾ ആവർത്തിച്ച് വായിക്കേണ്ട ഒരു വാക്യമുണ്ട്. ഗബ്രിയേൽ ദൂതൻ മറിയമിനോട് പറഞ്ഞത്, ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലല്ലോ. ഇടയ്ക്കൊക്കെ ഒന്ന് പറയണം. ഒരു 10 വട്ടം നിങ്ങളൊന്ന് വായിച്ച് നോക്കണം, പറഞ്ഞു നോക്കണം. ആദ്യം ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവില്ല. 2ാമതൊരു ഇച്ചിരി മാറ്റം ഉണ്ടാകും. 3ാമത് ശബ്ദം കുറച്ചുകൂടെ മാറും. 4ാമത് ഇടറാൻ തുടങ്ങും. 5ാമത് ശരീരം ഒന്ന് വിറയ്ക്കാൻ തുടങ്ങും. 6ാമത് കണ്ണ് നനയും. 7ാമത്
നമ്മുടെ ശബ്ദമൊക്കെ കുറച്ചുകൂടെയൊക്കെ വല്ലാതാകും. 8-9 ആകുമ്പം വാവിട്ട് കരഞ്ഞിരിക്കും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മരണനിഴലിൻ താഴ്വാരയിൽ ശരണമായെനിക്കേശുണ്ട്. മരണനിഴലിൻ ശരണമായെനിക്കേശുണ്ട്. കരളലിഞ്ഞു എൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളുടെ അനുഭവം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഇതുപോലെ എൻ്റെ ദൈവത്തെ കണ്ടിട്ടില്ല. താഴ്വരവാതിൽ ശരണമായിട്ട് അവൻ കൂടെയുണ്ട്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. തുടർന്നുള്ള വാതിൽ കുപ്പവാതിൽ. അതിതാണ്. ജീവിതത്തിൽ ചില വേസ്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊന്നും പറയാൻ സമയമില്ല. ഒത്തിരി നന്മയുണ്ടെങ്കിലും ഒരു കുഞ്ഞു വേസ്റ്റ് മതി, എല്ലാത്തിനെയും കളയും. അങ്ങനെ ചില വേസ്റ്റുണ്ട്, തിരിച്ചറിയണം. അടുത്തത് ഫൗണ്ടൻ ഗേറ്റാണ്. ശീലോഹം കുളത്തിലേക്ക് തുറക്കപ്പെടുന്നതാണ്. കണ്ണിൽ ചേറ് ഊശി കാഴ്ച ലഭിച്ചതാണ്. കണ്ണ് തുറക്കപ്പെടണം. അടുത്തത് വാട്ടർ ഗേറ്റാണ്. യെരുശലേമിലേക്ക് വെള്ളം കൊണ്ടുവരുന്ന ഗേറ്റാണ് വാട്ടർ ഗേറ്റ്. വാട്ടർ ഹോളി സ്പിരിറ്റിൻ്റെ പ്രതീകമാണ്, സിംബല. പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ജീവിതമാകണം. 8-ാമത്തേത് ഹോഴ്സ് ഗേറ്റാണ്. അത് വിജയത്തിൻ്റെ പ്രതീകമാണ്. ദാവീദിൻ്റെ കുതിരാലയമാണ് അവിടെ. തലയെടുപ്പോടെ നിൽക്കുന്നതാണ് കുതിര. വിജയത്തിൻ്റെ പ്രതീകമാണ്. ഒരു ജീവിതവും പരാജയപ്പെടാൻ തമ്പുരാൻ കർത്താവ് നൽകിയിട്ടില്ല. പരാജയപ്പെടുന്നെങ്കിൽ നമ്മൾ വരുത്തി വെക്കുന്നത് മാത്രമാണ്. 9 ഈസ്റ്റേൺ ഗേറ്റ് ഓർ ഗോൾഡൻ ഗേറ്റ്. അതിനെപ്പറ്റി പറയുന്നത് ഗേറ്റ് ഓഫ് ഡെത്ത് ആൻഡ് ഗേറ്റ് ഓഫ് ലൈഫ്, ഗേറ്റ് ഓഫ് എറ്റേണൽ ലൈഫ്. മരണത്തിൻ്റെ വാതിൽ, നിത്യജീവൻ്റെ വാതിൽ. ഒരു മരണവാതിലുണ്ട് പ്രിയമുള്ളവർ, അതിനപ്പുറം ഒരു നിത്യജീവനുണ്ട്. 10-ാമത്തേത് ഹമീഫ്ഖാദ് വാതിൽ, ഇൻസ്പെക്ഷൻ ഗേറ്റ്. മരണം കൊണ്ട് തീരുന്നില്ല, ഒരു ഇൻസ്പെക്ഷൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. 4 ഗേറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. കുറച്ചുകൂടെ നമ്മുടെ ജീവിതയാത്ര ആത്മാവിൽ നടത്തുവാൻ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ. പാവനാത്മാവേ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. പാവനാത്മാവേ സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ.